UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള ഓട്ടത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമുണ്ടോ? കോൺഗ്രസിന് സമ്മതമാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ ആകുമെന്ന് യൂത്ത് ലീഗിന്റെ സാഹിത്യോത്സവത്തിൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞിരുന്നു. UDF ഘടകകക്ഷികളെല്ലാം നിർബന്ധിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല എന്ന് ലീഗ് പറയില്ല എന്ന് PMA സലാമും പ്രതികരിച്ചു. തങ്ങൾ തമാശ പറഞ്ഞതാണ് എന്ന് ലഘൂകരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഷാഫി ചാലിയ മുസ്ലിം ലീഗ്, രാജു പി നായർ കോൺഗ്രസ്, ഡോക്ടർ പ്രേംകുമാർ ഇടത് സഹയാത്രികൻ, ജേക്കബ് ജോർജ് മാധ്യമ പ്രവർത്തകൻ എന്നിവർ. ആദ്യം ഷാഫി ചാലിയം, പാണക്കാട് തങ്ങൾ തമാശ പറഞ്ഞതാണോ? അല്ല, ഈ മനോരമയുടെ ജോണി ലൂക്കോസിൻ്റെ ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ഏതെല്ലാം എന്താ പറയുക, ആത്യന്തികമായി എല്ലാ പദവികളിലും ഇരിക്കണം എന്ന് തന്നെയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിക്കുക. പക്ഷേ മുന്നണി സംവിധാനം വരുമ്പോൾ അവിടെ വളരെ പരിമിതപരമായ ചില അവസരങ്ങളെ ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ അതോടൊപ്പം ഞങ്ങൾക്ക് വലിയ അവസരങ്ങൾ ഘടകകക്ഷികൾ തന്ന സാഹചര്യവും ചരിത്രത്തിലുണ്ട്. അപ്പോൾ ആ നിലയിൽ അത്തരം ചരിത്രങ്ങൾ വീണ്ടും ലീഗിനെ തേടി വരില്ല എന്ന് ചോദിച്ചാൽ അത് നിഷേധിക്കാനൊന്നും ഞങ്ങളെ പാർട്ടിയുടെ ചീഫിന് സാധിക്കില്ലല്ലോ. അത്തരം സാഹചര്യം ഉണ്ടെങ്കിൽ വരട്ടെ, എന്താ അത്തരം പദവികൾ വഹിക്കുന്നുകൊണ്ടുള്ള പ്രയാസം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾക്ക് ഇന്ന പദവി വേണമെന്നൊരു ഡിമാൻഡ് മുന്നിൽ വെക്കുകയല്ല. അല്ല, അങ്ങനെ ആരും പറഞ്ഞില്ല. മുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ഡിമാൻഡ് ചെയ്യുകയാണ് എന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ ലീഗിന്റെ അർഹത ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് തോന്നുന്നുണ്ടോ? CH മുഹമ്മദ് കോയയ്ക്ക് ശേഷം, CH മുഹമ്മദ് കോയയ്ക്ക് മുമ്പും ശേഷവും മുസ്ലിം ലീഗിന് ഒരു മുഖ്യമന്ത്രി ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി നല്ല പിന്തുണ ഉണ്ട്. അത് തെളിയിക്കപ്പെട്ടതുമാണ്. UDFന്റെ വിജയത്തിൽ ഏറ്റവും നിർണായകമാവുക ലീഗിന്റെ ഈ ജനസ്വാധീനം തന്നെ ആയിരിക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അർഹത ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് ലീഗ് കരുതുന്നുണ്ടോ? ഇല്ല, മുസ്ലിം ലീഗിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മുമ്പ് 1944 മദിരാശി സംസ്ഥാനത്ത് ഒരു വലിയ സ്റ്റേറ്റാണ് അന്നത്തെ മദിരാശി എന്ന് പറഞ്ഞാൽ. അന്നത്തെ മദിരാശി സ്റ്റേറ്റിൻ്റെ പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകനായിരുന്ന ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബായിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്ക് ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ MLA-മാരുടെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതല്ല. ഇസ്മായിൽ സാഹിബ് എന്ന എല്ലാവർക്കും വലിയ അതീവ ബഹുമാനമുള്ള ഒരു വ്യക്തിയെ നേതാവാക്കുക എന്ന് അന്ന് എല്ലാവരും തീരുമാനിച്ചു. അതുപോലെ തന്നെ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ കാലഘട്ടം മുസ്ലിം ലീഗിന് MLA-മാരുടെ എണ്ണം കൊണ്ട് കിട്ടിയ പദവിയല്ല. അന്ന് CH മുഹമ്മദ് കോയ സാഹിബ് അന്നത്തെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിലാര് ഭരണത്തിന് ചുക്കാൻ പഠിക്കുമെന്ന് ചോദിച്ചപ്പോൾ അന്ന് CH എന്നത് എല്ലാവരിൽ നിന്നും ഉയർന്ന് വന്ന യുനാനിമസായ ഒരു പേരായിരുന്നു. അങ്ങനെ CH-ലൂടെയാണ് മുസ്ലിം ലീഗിന് ആ പദവി കിട്ടിയത്. ഇസ്മായിൽ സാഹിബിലൂടെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പദവി കിട്ടി. അതുപോലെ തന്നെ ഇ അഹമ്മദ് സാഹിബ് 10 കൊല്ലക്കാലം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശകാര്യ മന്ത്രാലയം, അതുപോലെ തന്നെ മാനവശേഷി മന്ത്രാലയം, ഇന്ത്യൻ റെയിൽവേ തുടങ്ങിയ വകുപ്പുകൾ 10 കൊല്ലം കൈകാര്യം ചെയ്യാനുള്ള അവസരം കിട്ടി. അത് ഇ അഹമ്മദ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വവും അതിലുണ്ട്. ആ ഇത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ UDFനെ നയിച്ച നേതാക്കൾ എടുത്തു നോക്കുക. 90-കൾക്ക് ശേഷം അന്ന് വന്ന നേതാക്കളിലെല്ലാം എടുത്തു നോക്കിയാൽ ആ സരണിയിൽ ഇന്ന് ഏറ്റവും സീനിയറായ വ്യക്തി P.K. കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. നമുക്കറിയാലോ, 2011 കേവലം 1-2 അംഗങ്ങളുടെ മാത്രം പിന്തുണയുള്ള ആ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് 5 കൊല്ലം കൊണ്ടുപോയതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച നേതാവ് P.K. കുഞ്ഞാലിക്കുട്ടിയാണെന്ന് ആരാണ് സമ്മതിക്കാത്തത്? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയതന്ത്രത, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പക്വമായ സമീപനങ്ങൾ, അദ്ദേഹത്തിലെ മികച്ച ഭരണാധികാരി, അദ്ദേഹത്തിലെ സമന്വയ വ്യക്തിത്വം, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലും P.K. കുഞ്ഞാലിക്കുട്ടിയുടെ പരിണിതപ്രജ്ഞതയും അദ്ദേഹത്തിൻ്റെ ഭരണപരിചയവും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും തർക്കങ്ങളൊക്കെ തീർക്കാനുള്ള, പ്രശ്നങ്ങൾ തീർക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വൈഭവവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അല്ല, തീർച്ചയായും. അപ്പോൾ ഷാഫി ചാലിയം താങ്കൾ പറഞ്ഞു വരുന്നത് ഖായിദെ മില്ലത്തിനെ പോലെ CH മുഹമ്മദ് കോയയെ പോലെ സർവ്വസ്വീകാര്യനായി P.K. കുഞ്ഞാലിക്കുട്ടി ഒരു കൺസെൻസസ് കാൻഡിഡേറ്റായി 2026 UDFനെ നയിക്കും എന്നാണോ? താങ്കൾ പറഞ്ഞൊരു പോയിന്റ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു.
2-3 പതിറ്റാണ്ടായി UDF-നെ നയിക്കുന്ന തലപ്പൊക്കമുള്ള നേതാക്കളുടെ കൂട്ടത്തിൽ ഇപ്പോ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ശേഷിക്കുന്നത്. ഉമ്മൻചാണ്ടി അന്തരിച്ചു, കെ മാണി അന്തരിച്ചു, AK ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു, കെ കരുണാകരനില്ല. ആ ശ്രേണിയിൽ ഇപ്പോ ഉള്ള നേതാക്കളിൽ ഏറ്റവും തലപ്പൊക്കം പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണ്. അപ്പോൾ UDF ഒരു മുന്നണി എന്നുള്ള നിലയിൽ ആകെ അതിന്റെ ലീഡർഷിപ്പിനെ പരിഗണിച്ചാൽ ഏറ്റവും സീനിയർ ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സ്വാഭാവികമായും നേരത്തെ താങ്കൾ ഉദാഹരിച്ച ഉദാഹരണങ്ങൾ പോലെ സ്വാഭാവികമായി ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് ആയി ഒരു സ്വാഭാവിക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരേണ്ടതല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുകയാണ്. പിന്നെ അഭിലാഷ് ചെറിയൊരു അല്ല അഭിലാഷ് അതിനിടയിൽ ഒരു കുസൃതി ചോദ്യം ഞങ്ങളെ നേരെ ഇട്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലായതിൻ്റെ അർത്ഥം ഇതൊന്നും ഞങ്ങളാരും ഡിമാൻഡ് ചെയ്ത ഒരു സംഗതിയല്ല. അതായത് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഐക്യമുന്നണി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ഒരു ഇമ്മൻസ് ലീഡർഷിപ്പാണ്. അത് നിഷേധിക്കാൻ ആർക്കും സാധിക്കില്ല, പ്രതിപക്ഷങ്ങൾക്ക് പോലും സാധിക്കില്ല. പക്ഷെ അത് വെച്ച് ഒരു ക്ലെയിം ചെയ്യുന്ന ഒരു രീതി ശൈലിയൊന്നും ലീഗല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രതിപക്ഷ നേതാവ് പദവി മദ്രാസ് സംസ്ഥാനം ലീഗ് ഡിമാൻഡ് ചെയ്തതല്ല, ലീഗിൻ്റെ നേരെ വന്നതാണ്. മുഖ്യമന്ത്രി പദവി ലീഗ് ഡിമാൻഡ് ചെയ്തതല്ല, ലീഗിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നതാണ്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി പദവി അഹമ്മദ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കടന്നു പോയത്. അങ്ങോട്ട് ഡിമാൻഡബിൾ അല്ല. ഏതെങ്കിലും ലീഗിൻ്റെ ഒരു വർക്കിംഗ് കമ്മിറ്റിയോ ഒരു നാഷണൽ എക്സിക്യൂട്ടീവോ ഒരു റെസൊല്യൂഷൻ വഴി ഞങ്ങൾക്ക് ഇന്ന സാധനം ഡിമാൻഡ് ചെയ്ത ഒരു ചരിത്രം ലീഗിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. ലീഗ് എപ്പോഴും ഒരു കൺസെൻസസ് റൂട്ടിലാണ്. എന്നാൽ ലീഗ് നേതാക്കളിലുള്ള വലിയ വിശ്വാസം ആ നിലക്ക് നിങ്ങൾ ഈ പദവി വഹിക്കണമെന്ന് ഘടകകക്ഷികൾ പറയുന്ന സാഹചര്യത്തിലൊക്കെ ലീഗ് അത് ചെയ്തിട്ടുണ്ട്, അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ചീത്തപ്പേര് പോലും ആ കാലയളവിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം പി കെ കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ 90 തൊട്ട് 35 വർഷക്കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. അദ്ദേഹം 3 തവണ മന്ത്രിയായിട്ട് ഒരു അഴിമതി ആരോപണം പോലും അദ്ദേഹത്തിന് നേരെ വന്നിട്ടില്ല. ശരി, അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. നമ്മളിപ്പോ അത്തരം കാര്യങ്ങൾ ഇപ്പൊ ക്രെഡൻഷ്യൽസ് എന്നുള്ളൊരു ചർച്ചയിലേക്ക് ഇപ്പൊ പോകുന്നില്ല, മറിച്ച് എന്താവും ഈ രാഷ്ട്രീയ പരിസരം എന്നാണ് ആലോചിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. എന്റെ ഓഡിയോക്ക് എന്താ കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പൊ കേൾക്കുന്നതിന് കുഴപ്പമൊന്നും കുഴപ്പമുണ്ടായോ? ഇല്ല, ഒരു കുഴപ്പവും ഉണ്ടായില്ല. ശ്രീ പ്രേംകുമാർ, ഞാൻ അങ്ങേലേക്ക് വരാം. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ പ്രേംകുമാർ, ഇവിടെ ഇപ്പോ ഒരു വളരെ പ്രാഥമികമായ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു വാചകം എന്നുള്ളതിനപ്പുറത്ത് സീരിയസ് ആണ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി സ്ഥാനം സ്വാഭാവികമായും കോൺഗ്രസിനാണ്, അതാണ് UDF രൂപം കൊണ്ടത് മുതലുള്ള ഒരു പ്രാക്ടീസ്. പക്ഷെ മുസ്ലിം ലീഗ് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാമോ? അതായത് ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നത് ഇവിടെ ഇരിക്കുന്നത് വരെ ആലോചിച്ച കാര്യമല്ല ഇപ്പം എനിക്ക് തോന്നുന്നത്. ആദ്യം ഈ കാർഡ് കണ്ടപ്പോഴേ ഇങ്ങനെ ആദരണീയനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, സാദിഖ് അലി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയത് സാദിഖ് അലി തങ്ങൾ PV അൻവറിന് കോമഡി ആയി കഴിഞ്ഞ PV അൻവറിനെ പഠിക്കുകയാണോ എന്നാണ് ആദ്യം തോന്നിയത്. പിന്നെ VD സതീശൻ്റെ പ്രതികരണം കണ്ടു, തങ്ങൾ തമാശ പറഞ്ഞതാണെന്ന്. തങ്ങന്മാർ തമാശ പറയുന്നതായിട്ട് പരിചയമില്ല, തങ്ങന്മാർ തമാശ പറയാറില്ല, കാര്യമേ പറയാറുള്ളൂ. തങ്ങൾ പറഞ്ഞത് തമാശയല്ലെന്നും ലീഗിനത് തമാശയല്ലെന്നും ഷാഫി ചാലിയം ഇവിടെ പറയുകയും ചെയ്തു. അപ്പം തമാശയല്ല എന്തായിരുന്നാലും സംഗതി കൊള്ളാം, ഐഡിയ കൊള്ളാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട് അഭിലാഷ് സാറേ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് ഈ പരിപാടികൾ നടക്കുള്ളൂ. അതായത് 56 രൂപീകരിക്കപ്പെട്ട കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാവാൻ പറ്റുള്ളൂ, ഒരു സമയത്ത് ഒരു മുഖ്യമന്ത്രിയെ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെയോ മുന്നണിയുടെയോ MLA-മാർ കൂടിയിട്ടാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അപ്പോഴാണ് UDF-ലെ KC വേണുഗോപാലാവണോ, രമേശ് ചെന്നിത്തലയാവണോ, K സുധാകരനാവണോ, VD സതീശനാവണോ എന്നുള്ള മട്ടിൽ അവിടുന്ന് തർക്കങ്ങൾ നടക്കുന്നു. ശശി തരൂരാവണോ എന്ന് പറഞ്ഞിട്ട് ആ തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഇതാ ലീഗിൻ്റെ ആളുകൾ പറയുന്നു, ഞങ്ങളാവാം, നിർബന്ധിക്കുകയാണേ ആവാം, എല്ലാവരും കൂടെ നിർബന്ധിക്കുകയാണെ ഞങ്ങൾ ആവില്ല എന്നൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇന്ദുലേഖ നോവൽ വായിക്കുന്ന ഒരു സുഖമുണ്ട് ഇത് കേൾക്കുമ്പോൾ. ഇന്ദുലേഖ നോവൽ വായിക്കുന്നത് ഒന്നുകിൽ ഇന്ദുലേഖന, അല്ലെങ്കിൽ അമ്മേന, അതോ അല്ലെങ്കിൽ തോഴീനെ, ആരെങ്കിലും ഒരാളെ കിട്ടിയാലും മതി എന്നുള്ളത്, അങ്ങനെയുള്ളൊരു നീട്ടി എറിയലാണ് ആവാനാണ് ഇത് സാധ്യതയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥ വെച്ചുകൊണ്ട് ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF-ന്റെ സാധ്യതകൾ
വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ വിരളമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ സംഘടനാ ശേഷി ഇല്ലായ്മ തന്നെയാണ്. ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സെനാരിയോ തന്നെയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആര് മുഖ്യമന്ത്രി ആവണമെന്നുള്ളതിനെ പറ്റിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് UDF എങ്ങനെ ശക്തമാക്കാം, എങ്ങനെ ഒരു ഏകസ്വരത്തിൽ ഈ കാര്യങ്ങൾ നടത്താമെന്നല്ല, ആരാണ് നായർ, ആരാണ് നായരല്ലാത്തത്, ആരാണ് താഴ്ന്ന ജാതി, ആരാണ് ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ കസേരക്കുള്ള അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അടിയിലേക്ക് സാധാരണ ഇല്ലാത്ത രീതിയിൽ ലീഗും കൂടെ ചേരുകയാണ് ചെയ്യുന്നത്. സാധാരണ ഇവരതിന് നിൽക്കാറില്ല, ഈ സീറ്റ് തർക്കങ്ങൾക്ക് നിൽക്കാറില്ല. ലീഗിന്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇവിടെ ലീഗ് ഹൗസിൽ, ഇതിനടുത്തുള്ള ലീഗ് ഹൗസിൽ വെച്ചിട്ട് സംസ്ഥാന കമ്മിറ്റി ചേരും, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. അതിനുശേഷം തീരുമാനമെടുക്കാൻ തങ്ങളെ ചുമതലപ്പെടുത്തും. പിറ്റേ ദിവസം തങ്ങൾ തീരുമാനമെടുത്തിട്ട് PK കുഞ്ഞാലിക്കുട്ടി ഇപ്പുറത്തും വേറൊരു നേതാവ് അപ്പുറത്ത് ഇരുന്നിട്ട് തങ്ങൾ പറയും, നമ്മൾ ശത്രുക്കൾ പറഞ്ഞു വരുത്തും, ലീഗിനോട് വിരോധമുള്ള ആളുകൾ പറയും PK കുഞ്ഞാലിക്കുട്ടി എഴുതിക്കൊടുത്ത സാധനങ്ങൾ തങ്ങൾ വായിക്കുകയാണെന്ന്. അല്ല, തങ്ങളാണ് തീരുമാനിച്ചതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയും. ഇതാണ് രീതി. പക്ഷെ ഈ രീതിയും ഈ കാര്യത്തിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ സാദിഖ് അലി തങ്ങൾ തന്നെ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഒരു വേദിയിൽ വെച്ചിട്ട് അങ്ങോട്ട് പറയാണ്, എന്താണ് PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാൽ ഉപമുഖ്യമന്ത്രിയായാൽ ആര് ഉപമുഖ്യമന്ത്രിയാവുന്നതിനും മുഖ്യമന്ത്രിയാവുന്നതിനും ഒന്നും പ്രശ്നമില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ആദ്യം ആ പാർട്ടിയെയും മുന്നണിയെയും സപ്പോർട്ട് ചെയ്യണം. ഇല്ലാണ്ടാണ് ഇവർ ഈ കാര്യങ്ങൾ എന്നുള്ളതാണ് ഇതിന്റെ കോമഡി. ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. നമുക്കിപ്പോൾ മുൻകൂട്ടി പറയാൻ പറ്റില്ല ജയിക്കുമെന്നോ ജയിക്കാതിരിക്കുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ശ്രീ രാജു P. നായർ, കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി രൂപം കൊണ്ട കാലം മുതൽ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ നേതാക്കൾ, കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ് പതിവ്. ആ പതിവിന് വിപരീതമായി ഇത്തവണ UDF-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേറെ ക്ലെയിം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? അഭിലാഷേ, ദൗർഭാഗ്യകരമാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. കാരണം പലപ്പോഴും പാർട്ടി അറിയാത്തതും അല്ലെങ്കിൽ നർമ്മത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഗൗരവത്തിൽ നമ്മളിരുന്നങ്ങ് ചർച്ച ചെയ്യുകയാണ്. ഞാൻ അഭിലാഷൻ്റെ അടുത്ത് പറയുകയാണ്, വേണമെങ്കിൽ ഒന്ന് അമേരിക്കയ്ക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് അഭിലാഷ് കൊണ്ടുപോകുകയാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് ഞാൻ തമാശ പറയാം. അഭിലാഷ് എന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാലോ. മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും ചോദിച്ചപ്പോൾ അതിന് തമാശയായിട്ട് ലീഗിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ വസ്തുതാപരമായിട്ടോ അതല്ലെങ്കിൽ യാഥാർത്ഥ്യബോധത്തോടെയോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടോ ഒന്നും പറഞ്ഞതല്ല. മുഖ്യമന്ത്രി സ്ഥാനം തരാമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് ഞങ്ങളാരും പറയില്ല എന്ന് പറയുന്നൊരു തമാശ. അതൊക്കെ പിടിച്ച് ചർച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ ചർച്ചകൾ പോകുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. ബഹുമാനപ്പെട്ട ശ്രീ പ്രേംകുമാറോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അദ്ദേഹം കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല. പലപ്പോഴും ഞങ്ങളൊക്കെ വാർത്തകൾ കാണുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നൊക്കെ ഞങ്ങൾ അറിയുന്നത്. കാരണം ഭാവന സൃഷ്ടിയായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പ്രേംകുമാർ കുറേ കൂടി എന്താ പറയുക, ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആശങ്കാകുലരായിട്ട് ചർച്ച ചെയ്യേണ്ടത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ്. ആ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് CPM-ന്റെ വോട്ടുകൾ മുഴുവൻ BJP-യിലേക്ക് പോകുന്നു എന്നാണ്. അത് പാർട്ടിക്കകത്തുണ്ടായ ചർച്ചയ്ക്കകത്തുണ്ടായ റിപ്പോർട്ടാണ്. PP ദിവ്യയുടെ അവസാനത്തെ ഇതാണ് മരണകാരണം എന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ നടന്ന കുറേയധികം പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിയും പറഞ്ഞു താൻ അനുഭവിച്ചിരുന്ന ജനങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും പൊതു രാഷ്ട്രീയത്തിലും CPM പുറത്തു പറയുന്നതൊന്നും അല്ല അകത്ത് ചർച്ച നടക്കുന്നതെന്ന് വസ്തുതാപരമായും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ വരുന്നുണ്ട്. പ്രേംകുമാറിനെ കുറച്ചുകൂടിയൊക്കെ അലോസരപ്പെടുത്തേണ്ടത് അതാണ് എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഞങ്ങളിപ്പോൾ ആരെങ്കിലും മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ആരെയും മുഖ്യമന്ത്രി ആയാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. ആ സമയത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചോളൂ. എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. 2001 മുതലും ഒക്കെ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണല്ലോ. കോൺഗ്രസിൻ്റെ രീതിക്ക് കോൺഗ്രസ് കാര്യങ്ങൾ ചെയ്തോളൂ. പക്ഷേ CPM-ന്റെ മുഴുവൻ വോട്ട് ബേസ് BJP-യിലേക്ക് പോകുന്നു എന്നുള്ളത് അലോസരപ്പെടുത്താതിരിക്കുന്നത് എനിക്ക് വലിയ ഇതാണ്. കാരണം അതൊരു പ്രീ പ്ലാൻഡ് ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം മുഴുവൻ CPM-ന്റെ വോട്ടുകൾ ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ പോകുന്നത് അന്ന് അവിടെ നടന്നത് ഒരു പക്ഷേ യാദൃശ്ചികമായിരിക്കാം. പക്ഷേ ഇവിടെ അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് CPM-ന്റെ മുഴുവൻ വോട്ട് ബേസിന് എത്തിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ണൂർ മാത്രമല്ലല്ലോ, തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനം നടത്തിയപ്പോൾ ആലപ്പുഴയിലും ആറ്റിങ്ങിലും എല്ലാം അവസാനം CPM പറഞ്ഞത് എന്താ, കയ്യിലിരിക്കുന്ന വോട്ട് മുഴുവൻ പോയിരിക്കുന്നു. കയ്യിലിരിക്കുന്ന വോട്ട് പോകുന്നതിൻ്റെ ഭീതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ വർഗീയമായി ചേരിതിരിച്ചുകൊണ്ട്, വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട്,
മലപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു വർഗീയതയും മധ്യ കേരളത്തിൽ വരുമ്പോൾ മറ്റൊരു വർഗീയതയും ഉപയോഗിച്ചുകൊണ്ട് കണക്കിലെ കളിയിലൂടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കുമെന്ന് നോക്കുന്ന പിണറായിസ്റ്റ് രാഷ്ട്രീയമാണ്. ആ പിണറായിസ്റ്റ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുന്നു. നോക്കൂ, കമ്മ്യൂണിസം ഇല്ലാതെയായി മാറിയിരിക്കുന്നു. പ്രേംകുമാർ എന്തുകൊണ്ട് അത്തരത്തിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം. തങ്ങൾ പറയുന്ന സാധനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ശരി, ഞാൻ അതിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ മുസ്ലിം ലീഗ് UDFന്റെ ശക്തി സ്രോതസ്സാണ്. മുസ്ലിം ലീഗിന് ഇതിനേക്കാൾ കൂടുതൽ പദവികൾ ആഗ്രഹിക്കാം, ആവശ്യപ്പെടാം, തെറ്റൊന്നുമില്ല. കാരണം മലബാർ ജില്ലകളിൽ കോൺഗ്രസിനേക്കാൾ സംഘടനാപരമായും ഈ ജനപിന്തുണയിലും ശക്തം മുസ്ലിം ലീഗാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. മുസ്ലിം ലീഗ് സീരിയസ് ആയി മുഖ്യമന്ത്രി പദം ആവശ്യപ്പെടും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. മുസ്ലിം ലീഗ് അങ്ങനെ ആവശ്യപ്പെടുന്ന പ്രശ്നമേ ഇല്ല. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ഒരു 5ാം മന്ത്രിസ്ഥാനം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോഴാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിൽ അത് വലിയ ചർച്ചാ വിഷയമായി, ഒരു കോൺട്രവേഴ്സിയായി. അത് നമ്മളൊക്കെ അലക്കിയതാണ്. കുറേ പ്രധാനപ്പെട്ട വിഷയമാണ്. 5ാം മന്ത്രിസ്ഥാനം കൊണ്ടാണ് അവർ പോയത്. പക്ഷേ ഇത്തവണ നേരത്തെ അഭിലാഷ് ചോദിച്ചതുപോലെ ഇത് ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ അങ്ങനെയൊന്നും രാഷ്ട്രീയമായിട്ടൊരു ക്ലെയിം വെക്കുന്ന പാർട്ടിയല്ല. പക്ഷേ മുസ്ലിം ലീഗ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം ശക്തിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം, ഞാൻ പാർട്ടി പോലും അല്ല പറയുന്നത്, രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു, വളർന്നിരിക്കുന്നു. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 67 CS മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയപ്പോഴും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറം ആ ഭാഗത്ത് കൊണ്ടുവന്നു. മലബാർ പ്രദേശത്ത് വിദ്യ കൊണ്ട് വളർന്ന ഒരു സമുദായം. അത് കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് ഗൾഫ് കുടിയേറ്റം, സാമ്പത്തികമായിട്ട് വളരെയധികം വേഗത്തിൽ വളർന്ന ഒരു സമുദായം. അതിൻ്റെ ഒരു പിന്തുണയോടുകൂടിയാണ് നിൽക്കുന്നത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ കക്ഷി. പക്ഷേ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 തവണയായി അധികാരമില്ലാതെ നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. 2 തവണയായി അധികാരമില്ലാതെ വെയിലത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗിന് പ്രയാസമുണ്ട്. പ്രയാസമുണ്ട്. അല്ല, ലീഗിനെ സംബന്ധിച്ച് ലീഗ് UDFന്റെ കോൺഗ്രസിന്റെ ഒരു ഓർഗാനിക്കായി ജൈവബന്ധമുള്ള ഘടകകക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു, അതിനുമുമ്പ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു, അപ്പോൾ MK രാഘവൻ കോഴിക്കോട് മത്സരിച്ചു, രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മത്സരിച്ചു. ഇവരെയൊക്കെ ജയിപ്പിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ അണികളും മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനവുമാണ് അതിന്റെ നടുനായകത്വം വഹിച്ചതെന്ന് പറയാം. അത്രയും ഇൻവോൾവ് ആയ ഒരു വെറും ഘടകകക്ഷിയല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ്. മറിച്ച് UDF മുന്നണിയെ തന്നെ ഒരു തരത്തിൽ നയിക്കുന്ന പാർട്ടി എന്ന് മലബാർ ജില്ലകളിൽ നിശ്ചയമായും മുസ്ലിം ലീഗിനെ കുറിച്ച് പറയാം. അപ്പോൾ മുസ്ലിം ലീഗിന്റെ അർഹത ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. പക്ഷേ അർഹതയുടെ വിഷയമല്ല അത്. കാരണം ലീഗിനെ ഞാൻ പറയുന്നത് 18 സീറ്റ് ഈസി ആയിട്ട് കേരളത്തിൽ സംഘടിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടിയാണ് ഐക്യജനാധിപത്യ മുന്നണിയിലെ 2ാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗ്. 18, 20, 22 വരെ പോകാം, 22, 23 വരെ പോകാം. പക്ഷെ അതിൻ്റെ കൂടെ കോൺഗ്രസിന്റെ വോട്ട് സീറ്റും കൂടി ചേരണം. എങ്കിൽ മാത്രമേ ഗവൺമെന്റ് ഉണ്ടാവുകയുള്ളൂ. മുന്നണിക്ക് ആ ഒരു ഫോമിൽ എത്തണമെങ്കിൽ കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും, പിന്നെ മറ്റ് ഘടകകക്ഷികളിൽ നിന്ന് അധികം പ്രതീക്ഷിക്കാനില്ല. അന്ന് കരുണാകരൻ്റെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും UDFന്റെ നെടുംതൂണുകൾ എന്ന് പറയുന്നത് കരുണാകരനാദ്യം, പിന്നീട് ഉമ്മൻചാണ്ടി, KM മാണിയും PK കുഞ്ഞാലിക്കുട്ടിയുമാണ്. ഇന്ന് ആ നെടുംതൂണുകളിൽ ഒന്നില്ല. അതൊരു വലിയ വാക്വമാണ്. അതേക്കുറിച്ച് കോൺഗ്രസ്സുകാർ മിണ്ടുന്നില്ല. അല്ല, കുഞ്ഞാലിക്കുട്ടിയുടെ സമശീർഷരായ നേതാക്കൾ ഇപ്പോൾ സജീവമായിട്ടില്ല, അല്ലെങ്കിൽ അത് അന്തരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ബാക്കി നിൽക്കുന്നത് കുഞ്ഞാലിക്കുട്ടി മാത്രമാണ്. 90കളിലെ UDF നേതൃത്വത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് എന്ന ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തേത് താങ്കൾ പറഞ്ഞതുപോലെ UDFന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അതിൽ 20-22 സീറ്റ് വരെ ലീഗിന്റെ കോൺട്രിബ്യൂഷൻ ആകാം. മേജർ കോൺട്രിബ്യൂഷൻ കോൺഗ്രസിന്റേതാകും. കോൺഗ്രസിനായിരിക്കും മുഖ്യമന്ത്രി പദം 2026 അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ. അപ്പോഴും അവിടെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് നിശ്ചിതമായ അർഹത മുസ്ലിം ലീഗിനില്ലേ? ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. മുസ്ലിം ലീഗ് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം അതും PK കുഞ്ഞാലിക്കുട്ടിക്ക് ചോദിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അന്യായമായിട്ട് അതിനകത്ത് അന്യായമായിട്ടോ അരാഷ്ട്രീയമായിട്ടോ അതിനകത്തൊന്നുമില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. യാതൊരു സംശയമില്ല. പക്ഷേ അതിനു മുമ്പ് ഭരണം പിടിക്കണം. ഭരണം പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ വെല്ലുവിളിയാണ്. ലീഗിൻ്റെ വെല്ലുവിളി എന്നതിനേക്കാൾ ഭരണം പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ വെല്ലുവിളിയാണ്. ആ നേതൃത്വം അതിൻ്റെ പരാജയം ഇത്ര പിന്നോക്കം പോകുന്നു എന്നത് കണ്ടിട്ടാവണം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ ഒരു പ്രസ്താവന നടത്തിയത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഷാഫി ചാലിയം, കേരളത്തിൽ UDFന് ഭൂരിപക്ഷം കിട്ടിയപ്പോഴൊക്കെ കോൺഗ്രസിനായിരുന്നു കൂടുതൽ സീറ്റുകൾ. 2ാമത്തെ വലിയ ഘടകകക്ഷി മുസ്ലിം ലീഗാണ്. ഇനി 2026 UDFനാണ് ഭൂരിപക്ഷം കിട്ടുന്നത് എങ്കിൽ ഒരു പ്രസംഷനാണ്.
അവിടെയും കോൺഗ്രസിനായിരിക്കും കൂടുതൽ നമ്പേഴ്സ്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ പ്രതിനിധി മുഖ്യമന്ത്രിയാവും. ഇതാണ് നടക്കേണ്ടത്, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ മുസ്ലിം ലീഗിന്റെ ശക്തി അനുസരിച്ച് മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി പദം ന്യായമായും ക്ലെയിം ചെയ്യാമല്ലോ. നിങ്ങൾ അത് ക്ലെയിം ചെയ്യാതിരിക്കുന്നത് ആരെ പേടിച്ചാണ്? ഇവിടെ നമ്മുടെ സഹപാനലിസ്റ്റുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കാം. ഈ സഹപാനലിസ്റ്റുകളൊക്കെ സംസാരിച്ച് പോയത് രീതി, അതിലൊക്കെ ചില പന്തികേടുകളുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളുടെ ഒരു കമൻ്റ് അല്ല, ഒരു റിപ്ലൈ, അതായത് ഒരു ആക്ഷനോടുള്ള റിയാക്ഷൻ, അതായിരുന്നു ഇപ്പോൾ നമുക്ക് ചർച്ചക്കിടയായ കാരണം. അപ്പോൾ ഈ സാദിഖ് അലി തങ്ങൾ തന്നെ വളരെ ശക്തമായി പറഞ്ഞിട്ടൊരു വാക്കുകൂടെ ഉണ്ട്. ആ വാക്ക് വിസ്മരിച്ചുകൊണ്ട് ഈ ചർച്ച നിങ്ങൾ മുന്നോട്ട് പോകരുത്. കോൺഗ്രസിൻ്റെ മുന്നേ നടക്കാനല്ല, കോൺഗ്രസിനെ മുന്നിൽ നിർത്താനാണ് ലീഗിൻ്റെ ആഗ്രഹം. അഭിലാഷ് കേട്ടിട്ടില്ലേ അത്? കോൺഗ്രസിൻ്റെ മുന്നിൽ പോയി നടക്കാനല്ല, കോൺഗ്രസിൻ്റെ പിന്നിൽ പോയി നിൽക്കാനും കോൺഗ്രസിനെ മുന്നിൽ നിർത്താനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നത് അനവധി തവണ സാദിഖ് അലി തങ്ങൾ അർത്ഥശങ്കയില്ലാത്ത വിധം പറഞ്ഞിട്ടതും കൂടി ഈ ചർച്ച നയിക്കുമ്പോൾ അഭിലാഷ് അതിനോട് ചേർത്ത് വായിക്കണം. ഒരിക്കലും ഞങ്ങൾ ഡിമാൻഡ് ചെയ്ത കേസല്ല. പിന്നെ ജോർജ് സാർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഉപമുഖ്യമന്ത്രി ജേക്കബ് ജോർജ് സാറ് ഉപമുഖ്യമന്ത്രി പദവി UDFൻ്റെ ലെഡ്ജറിൽ എന്നോ ലീഗിലേക്ക് വരവ് വെച്ചതാ. പോയി ചോദിക്കേണ്ട ആവശ്യമില്ല, എടുത്താൽ മതി. PK കുഞ്ഞാലിക്കുട്ടി അത് എടുത്തില്ല. അവിടെയാണ് പ്രശ്നം. അവിടെ ഞങ്ങൾ അക്കൗണ്ടിൽ തന്നെ ഉണ്ട്. അതിങ്ങനെ ഇനി ഒരു ഡിമാൻഡായിട്ട്, എന്ത് ഡിമാൻഡ്? ഞങ്ങൾക്ക് വരവ് വെച്ച സാധനമല്ല അത്. ഞങ്ങളിൽ നിന്ന് അത് വേണമെന്നോ തിരിച്ചു തരണമെന്നോ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ഞങ്ങളെ പാർട്ടി നേതാക്കന്മാർക്കൊക്കെ ഒരു സ്റ്റൈലുണ്ട്, നിങ്ങൾക്ക് അറിയുന്നതല്ലേ. PK കുഞ്ഞാലിക്കുട്ടി വരുന്ന സമയത്ത് സീനിയറായ നേതാക്കൾ, ഇപ്പോൾ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എടുക്കൂ. ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ 2-3 ഉപമുഖ്യമന്ത്രിമാരുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പവർ ഷെയറിംഗിൽ BJP മുഖ്യമന്ത്രിയാവുന്നു എന്ന് തീരുമാനിക്കുമ്പം മറ്റ് പ്രധാന ഘടകകക്ഷി നേതാക്കൾക്ക് ഓഫർ ചെയ്യുന്നത് ഉപമുഖ്യമന്ത്രി പദമാണ്. അപ്പോൾ ഉപമുഖ്യമന്ത്രി പദം എന്ന് പറഞ്ഞാൽ ലോകത്തില്ലാത്ത കാര്യമൊന്നുമല്ല. അപ്പോൾ മുസ്ലിം ലീഗിന് ഇവിടെ കിട്ടേണ്ട അല്ലെങ്കിൽ കിട്ടാവുന്ന ഉപമുഖ്യമന്ത്രി പദം വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്താണ് ഭാവിക്കാൻ ശ്രമിക്കുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്? ഞങ്ങൾ അത്യാഗ്രഹമൊന്നുമില്ല, ഞങ്ങൾക്ക് 4 മന്ത്രിമാർ മാത്രം മതിയേ, ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി ഒന്നും വേണ്ട എന്ന് ആരെയാണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഉപമുഖ്യമന്ത്രി ആയാലും എന്താ കുഞ്ഞാലിക്കുട്ടിക്ക്? അവിടെയാണ് കുഴപ്പം. അഭിലാഷ് ലീഗിനെ കുറെ കൂടി ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. 951 കാലഘട്ടം ഓർമ്മയുണ്ടോ? ലീഗ് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആദ്യമായി അസംബ്ലിയിലേക്കും ലോക്സഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അന്ന് നമ്മൾ മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് മലബാർ. അന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് ഞങ്ങൾ 5 സീറ്റ് മദ്രാസ് നിയമസഭയിൽ ജയിച്ചു. 1 സീറ്റ് B പോക്കർ സാഹിബ് ആദ്യത്തെ ലോക്സഭയിലേക്കും ജയിച്ചു. അന്ന് ഞങ്ങൾ 5 സീറ്റ് ജയിക്കുമ്പോൾ മദ്രാസിൽ ഒരു ഹംഗ് പാർലമെൻറ്റാണ്, ഒരു ഹംഗ് അസംബ്ലിയാണ്. ആർക്കും ഭൂരിപക്ഷമില്ല. മുസ്ലിം ലീഗിൻ്റെ ഈ 5 പേർ ആരെ പിന്തുണയ്ക്കുന്നു അവർക്ക് വോട്ട് ചെയ്യാം, അല്ല അവർക്ക് ഭരണകൂടം ഉണ്ടാക്കാം. അന്ന് സോഷ്യലിസ്റ്റുകൾക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, കോൺഗ്രസ്സിന് 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഈ 5 എണ്ണത്തിൻ്റെ പിന്തുണ ചോദിച്ച് 3 പാർട്ടികളും ലീഗിനെ സമീപിച്ചു. പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ മുഴുവൻ പാണക്കാട് പൂക്കോയത്തങ്ങളെ വരെ ജയിലിൽ പിടിച്ചിട്ട പാർട്ടിയാണ് കോൺഗ്രസ്. മുഖാമുഖം കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്ന കാലഘട്ടം. എന്നിട്ട് പോലും ഈ 5 പേരുടെ പിന്തുണ ചോദിച്ച് എല്ലാവരും വന്നു. 5 പേരെയും മന്ത്രിയാക്കി തരാമെന്ന് പറഞ്ഞു. അഭിലാഷേ, ജേക്കബ് ജോർജ് സാറേ, 5ാം മന്ത്രിയല്ല, 5 പേരെയും മന്ത്രിയാക്കി തരാമെന്ന് പറഞ്ഞു. ആവശ്യമുള്ള രാജ്യസഭാ സീറ്റ് തുടങ്ങിയ ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലമുണ്ടായി. ലീഗ് അതൊന്നും സ്വീകരിച്ചില്ല. ലീഗ് അന്ന് ഒരു വറുതി ഉണ്ടായിരുന്നു. അന്ന് മണ്ണെണ്ണ ക്ഷാമമായിരുന്നു. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ ആ കാലഘട്ടം. മദ്രാസിലേക്ക് മണ്ണെണ്ണ വന്ന കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ മുങ്ങിപ്പോയി. നാടാകെ ഇരുട്ടില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ സ്വാധീനമുള്ള ഒരു ഗവൺമെൻറ് മദ്രാസിൽ വരണം. അതുകൊണ്ട് നിരുപാധികം ഞങ്ങൾ ഒരു മന്ത്രിസ്ഥാനം വാങ്ങാതെ രാജാജി ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്ത പാർട്ടിയെ ലീഗ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് ചോദിച്ചാലും കിട്ടുമായിരുന്നു. ലീഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള പാർട്ടിയാണ്. ഉപമുഖ്യമന്ത്രി പദം ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, അത് ലീഗിലേക്ക് തന്നതാ. ഇനി ചോദിച്ചു വാങ്ങേണ്ടതില്ല. പറഞ്ഞു പൂർത്തിയാക്കട്ടെ അഭിലാഷ്, പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നിങ്ങള് ഇല്ലല്ല ഞാൻ അല്ല, അഭിലാഷിന്റെ ചോദ്യത്തിന് ഒരു മുനയുണ്ട്. ആ മുനയിലേക്ക് ഞാൻ വരിക. അതിന് മുമ്പ് നിങ്ങൾ തർക്കം ഉണ്ടാക്കല്ലേ. അതായത് ലീഗിനെ നിങ്ങൾ ഈ വക്ക് പൊട്ടിയ കണ പൊട്ടിയ പാർട്ടികളെ കൂടെ നിങ്ങൾ ലീഗിനെ എണ്ണരുത്. ലീഗ് എടുക്കേണ്ടത് എടുക്കൂ.
പിന്നെ ജേക്കബ് ജോർജ് സാർ ഒരു വാക്ക് പറഞ്ഞു, 5-ാം മന്ത്രി. എന്താ 5 മന്ത്രി? ഈ 5 മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി കൂടി എന്താ ഇവിടെ കുഴപ്പം വരാൻ പോകുന്നത്? UDF മിനിസ്ട്രിയിൽ മറ്റു ഇതര കമ്മ്യൂണിറ്റിയിൽ വന്ന മന്ത്രിമാരുടെ എണ്ണം നിങ്ങൾക്കറിയല്ലോ. ലീഗ് അതും വെച്ച് എന്തേ കുഴപ്പമുണ്ടാക്കാറുണ്ടോ? ഇപ്പോൾ ചോദിക്കട്ടെ, ഇടതുപക്ഷ മന്ത്രിസഭയിൽ ആരാളുള്ളത്? ഒരു മുസ്ലിങ്ങൾക്ക് എത്ര മന്ത്രിയാളുള്ളത്? ഏതെങ്കിലും മുസ്ലിം മതസംഘടനകളോ ലീഗോ അതൊരു വിഷയമാക്കി എടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ഈ മതത്തിൻ്റെ ദർപ്പണം വെച്ച് രാഷ്ട്രീയത്തെ കൂട്ടിക്കൊടുക്കാറില്ല, മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ 5-ാം മന്ത്രി എന്നൊക്കെ ഈ പഴകി പൊളിച്ച ഈ സാധനം ഉണ്ടല്ലോ, ഈ തത്തമ്മയെ പൂച്ച അത് ജേക്കബ് ജോർജ് സാർ ഒന്ന് നിർത്തി. ഇനിയും അത് കുഴപ്പമുണ്ടായി, ആർക്കോ കുഴപ്പമുണ്ടാക്കി? മൊത്തം എല്ലാ ഈ 2 ഗവൺമെന്റ് വരുമ്പോൾ സാമുദായിക പ്രാതിനിധ്യം ഇവിടുത്തെ ചോദ്യം ഒരു കുഴപ്പമുണ്ടായില്ല. UDF-ന്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ലീഗ് 5 എണ്ണല്ല 10 എണ്ണത്തിന് അർഹത ഉണ്ട്. ലീഗ് അങ്ങനെ വാങ്ങാറില്ല. നിങ്ങൾ നോക്കൂ, ലോക്സഭാ സീറ്റ്, ലോക്സഭയിൽ CPI മത്സരിക്കുന്ന സീറ്റിൽ പോലും ലീഗും CPI മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം പോലും ലീഗിന് കിട്ടാറില്ല. ലീഗ് എന്താ പരിഭവപ്പെടാറുണ്ടോ? കലഹം ഉണ്ടാക്കാറുണ്ടോ? ഒരു മുന്നണിയിൽ ഒരു പാർട്ടി എങ്ങനെ നിൽക്കണം എന്നുള്ളത് ലീഗിനെ കണ്ട് പഠിക്കണം എല്ലാവരും, മനസ്സിലാക്കണം. ശരി, പ്രേംകുമാർ, ഇപ്പൊ നമ്മള് UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്ന ചോദ്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. LDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ചും ഇന്ന് പ്രധാനപ്പെട്ട ഒരു പരാമർശം CPM-ന്റെ ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിൽ നിന്ന് വന്നു. ഇപ്പൊ CPM-നെ സംബന്ധിച്ച് മത്സരിക്കുന്ന കാര്യത്തിൽ പ്രായ നിബന്ധനയുമുണ്ട്, ടേം നിബന്ധനയുമുണ്ട്. അതനുസരിച്ചാണെങ്കിൽ പിണറായി വിജയൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല. ടേം നിബന്ധന വളരെ കർശനമായി കഴിഞ്ഞ തവണ പാലിച്ചതാണ്, മുതിർന്ന മന്ത്രിമാരെ അടക്കം മാറ്റി നിർത്തിയതാണ്. അപ്പൊ ഇവിടെ ടേം നിബന്ധന എന്നുള്ള കാര്യത്തിൽ പിണറായി വിജയന് ഇളവില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാശ് കാരാട്ട്, അത് പാർട്ടി കോൺഗ്രസ് ആലോചിക്കുമെന്ന് പറയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും പിണറായി വിജയനായിരിക്കും LDF-നെ നയിക്കുക എന്ന് നമ്മൾ സാമാന്യമായി മനസ്സിലാക്കണമല്ലോ. അങ്ങനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും സൂചനകൾ ഞാനിതുവരെ കേട്ടിട്ടില്ല. അഭിലാഷ് പറഞ്ഞ ഈ പരാമർശം ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷേ ഇത്ര നേരവും ഷാഫി ചാലിയവും രാജു പി നായരും പറയുന്ന കാര്യങ്ങൾ ഞാൻ വളരെ ഇഷ്ടത്തോടെ രസമായിട്ട് കേട്ടിരിക്കുകയായിരുന്നു. ഒന്ന്, മുസ്ലിം ലീഗിൽ നിന്നുള്ളത് മഹാമനസ്കതയുടെ എന്താ പറയുക സിമ്പലാണെന്നാണ് ഷാഫി ചാലിയൻ പറയുന്നത്. PV അൻവർ തവനൂർ ജയിലിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ പിറ്റേഴ്സും രാവിലെ പാണക്കാട് തങ്ങളെ പോയി കണ്ടിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം സാദിഖ് അലി തങ്ങൾ മീഡിയയോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, 2 ടേമായി ഞങ്ങൾ പുറത്തിരിക്കുന്നു, അങ്ങനെ എല്ലാ കാലവും പുറത്തിരിക്കാൻ പറ്റില്ല, അധികാരത്തിലേക്ക് വരാവുന്ന ആരെയും കൂടെ നിർത്താൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന്. അപ്പൊ ഈ പുറത്തിരിക്കുന്നതിന് പ്രശ്നമുണ്ടെന്ന് പറയുന്നത് സാക്ഷാൽ പാണക്കാട്ടെ തങ്ങൾ തന്നെയാണ്. ഷാഫി ചാലിയം എന്ത് പറഞ്ഞിരുന്നാലും. പിന്നെ ലീഗിന് വളരെ വിചിത്രമായ സംഘടനാ സംവിധാനങ്ങളും ഐഡിയയും ഉള്ള ഒരു പാർട്ടിയാണ്. ബാക്കി എല്ലാ പാർട്ടികളുടെയും അഖിലേന്ത്യാ നേതൃത്വമാണ്, സംസ്ഥാന നേതൃത്വം ആരാവണം തീരുമാനിക്കുക ഒരു പരിധിവരെ. ഇവിടെ നേരെ തിരിച്ചാണ്. നമുക്കറിയാം, ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് തീരുമാനിക്കുക. ആ ലോജിക്ക് വെക്കുമ്പം ഷാഫി ചാലിയൻ പറയുന്നത് ശരിയാണ്, കോൺഗ്രസിനെ മുന്നിൽ നടത്തണം UDF-ൽ, പക്ഷേ ലീഗിന്റെ നേതാവ് മുഖ്യമന്ത്രിയാവണം. അത് നല്ല പ്രൊപ്പോസിഷനാണ്, പക്ഷെ അത് ലീഗിന് മാത്രമേ മനസ്സിലാവുള്ളൂ. രാജു പി നായർ പറഞ്ഞ കാര്യത്തോട് ഞാൻ വളരെ തീർച്ചയായും യോജിക്കുന്നു. എന്നെ പോലെയുള്ളവർക്ക്, രാജു പി നായരെ പോലെയുള്ളവർക്കും കൺസേൺ ഉണ്ടാവേണ്ടത് എന്തുകൊണ്ട് എങ്ങനെ സെക്യുലർ വോട്ടുകൾ RSS-ന്റെയും BJP-യുടെയും പെട്ടിയിലേക്ക് പോയി തുടങ്ങുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ കഴിഞ്ഞ തവണ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഒരിടത്താണ് സംഘപരിവാർ വിജയിച്ചിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത് കോൺഗ്രസിന്റെ നേതാക്കളാണെന്നുള്ള KPCC റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. രാജു പി നായർ അത് വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ചർച്ച നടന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് പിന്നെ ജില്ലാ സമ്മേളനങ്ങളോ സംസ്ഥാന സമ്മേളനങ്ങളോ തന്നെ ഇല്ലല്ലോ, കൂടോത്രം ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് പിന്നെ ഒരു ചർച്ചയോ അഭിപ്രായ പ്രകടനങ്ങളോ ചെയ്യേണ്ടതില്ല. എങ്ങനെ RSS ശക്തിയാവുന്നു എന്നുള്ളത് തന്നെയാണ് വിഷയം. ആ വിഷയത്തിലേക്ക്, ആ യാഥാർത്ഥ്യത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ ചർച്ച പോലും, ഇപ്പോൾ വരുന്ന ചർച്ച പോലും എന്ന് എനിക്ക് ഭയമുണ്ട്. തമാശയാണെന്നും തമാശ അല്ലെന്നും പോലും നമ്മൾ പറയുന്ന സാധനങ്ങൾ അതിലേക്കാണ് സഹായകമാവുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺസേൺ ഉണ്ട്. മുസ്ലിം ലീഗ് വളരെ ശക്തിയുള്ള പാർട്ടിയാണ്, ആവണം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ജേക്കബ് ജോർജ് പറഞ്ഞതിനോട് യോജിക്കുന്നു. പക്ഷേ കുറച്ചു കാലമായി ലീഗിന്റെ ആളുകളിൽ നിന്ന് പല സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയും വരുന്ന പ്രതികരണങ്ങൾ പറയൂ. തീർച്ചയായും ഇടപെടാവോ? ഒരു സെക്കൻഡ്. എല്ലാ അഖിലേന്ത്യാ നേതൃത്വമാണ് എല്ലാ പാർട്ടിയിലും കാര്യം തീരുമാനിക്കുന്നത്. ലീഗ് ഇവിടുന്ന് അങ്ങോട്ടാണെന്ന് ഞങ്ങൾ പറഞ്ഞത്. AKG സെന്ററിന്റെ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് എവിടുന്നാണ് നിങ്ങൾക്ക് അറിയോ? ഡൽഹിയിലുള്ള
അപ്പം നിങ്ങളെ പാർട്ടിയുടെ നരേഷൻ കൂടി ഈ പ്രേംകുമാർ എന്ന് ഓർക്കുന്നത് നന്ന്, അത്രേ പറയാനുള്ളൂ. അല്ല, നിങ്ങൾ ഈ ബില്ല് അടയ്ക്കുന്നതിന്റെ കാര്യം പറഞ്ഞോളൂ, മാത്രം പറഞ്ഞോളൂ. ആലോചിക്കുന്നതുകൊണ്ടാണ്. ബില്ല് എവിടെ നിങ്ങൾ അടയ്ക്കട്ടെ എന്നേ. CPM കൃത്യമായ ഒരു സംഘടനാ സംവിധാനമുണ്ട്, ഒരു രീതിയുണ്ട്. പാണക്കാട് തങ്ങളല്ലേ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രഖ്യാപിക്കാൻ, ആ ഒരു സത്യമാണല്ലോ, അതിൽ കുഴപ്പമൊന്നുമില്ലെന്നേ. ഞാൻ അതിനെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. പാണക്കാട് കുറ്റമൊന്നും തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഞാൻ ലീഗിന്റെ serious ആയ കാര്യം അഖിലേന്ത്യാ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനാണ് കേട്ടോ പ്രേംകുമാർ. പാർട്ടിയുടെ അഖിലേന്ത്യാ അഡ്വൈസറി ബോർഡ് ആയിക്കോട്ടെ. ചെയർമാനാണ് പാണക്കാട് Yes. തങ്ങൾ. എല്ലാവരെക്കാളും മുകളിലാണ്. യെസ്, എനിക്ക് വിരോധമില്ലെന്നേ. എനിക്ക് വിരോധമില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രിയാവുന്നതിൽ സന്തോഷമുള്ള ആളാണ് ഞാൻ. പാണക്കാട് സാദിഖ് അലി തങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും സന്തോഷമുള്ളതാണ്. എന്തായാലും സുരേഷ് ഗോപി പറയുന്ന പോലത്തെ വൃത്തികേടുകൾ നമുക്ക് കേൾക്കേണ്ടി വരില്ലല്ലോ. പക്ഷേ സുരേഷ് ഗോപി കേരളത്തിന് നെഞ്ചത്ത് വന്ന് വൃത്തികേട് പറയുന്നതിന് കാരണമായിട്ടുണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക്. അതിനെപ്പറ്റിയാണ് ഷാഫി ചാലിയും സാദിഖ് അലി തങ്ങളും പറയേണ്ടത് ഇന്ന്. നോക്കൂ, ഇന്നലെയും മെനഞ്ഞാന്നും സുരേഷ് ഗോപി കേരളത്തിന്റെ ഇതുവരെയുള്ള സാംസ്കാരിക ചരിത്രത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് ചെയ്തത്. നോക്കൂ നിങ്ങൾ, ആര് പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയാവണമെന്നുള്ള പ്രഖ്യാപനത്തിലൂടെ അതിനുള്ള ചാൻസ് ഉണ്ടായിക്കൊടുത്തത് തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരാണെന്ന് കോൺഗ്രസ് പറയുന്നു. ലീഗ് അതിനെപ്പറ്റിയാ സംസാരിക്കേണ്ടത്. ആര് മുഖ്യമന്ത്രിയാവണം, ഉപമുഖ്യമന്ത്രിയാവണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ശരിക്കും സെക്യുലർ സൊസൈറ്റിയോടും മുസ്ലിം സമൂഹത്തിനോടും പ്രതിപത്തി ഉണ്ടെങ്കിൽ, ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ, ഇല്ല എന്നല്ല ഞാൻ പറയാൻ തുടങ്ങിയ ഒറ്റ കാര്യം കൂടെ. ഈ അടുത്തായിട്ട് ലീഗിൽ നിന്ന് വരുന്ന അല്ലാത്ത പരാമർശം സ്ത്രീയും പുരുഷനും എല്ലാ അർത്ഥത്തിലും തുല്യരാണോ? പ്രേംകുമാറെ, ആരോടായിരുന്നാലും എല്ലാ അർത്ഥത്തിലും തുല്യരല്ല. അതുകൊണ്ടല്ല ജനാധിപത്യത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരാവുന്നത്. ശരി, ഓക്കെ, ഫൈൻ. എന്ത് ചോദ്യത്തോടായിരുന്നാലും നിങ്ങൾ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. തങ്ങൾ മറുപടി പറഞ്ഞു. ശരി, ഇതിപ്പോ ഒരുപാട് വിഷയങ്ങളായി നമ്മളിപ്പോ ഉന്നയിക്കുന്ന വിഷയത്തിൽ നിൽക്കാം. ഇപ്പൊ ജോണിയിൽ എല്ലാ വിഷയവും ഒരു മണിക്കൂറിനകത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റില്ല. പ്രതികരിച്ചത് ശരി, ഓക്കെ, രണ്ടുപേരോടും വരാം, രണ്ടുപേരിലേക്കും വരാം. സുരേഷ് ഗോപി വിഷയമെങ്കിൽ തങ്ങൾ അതിന് മറുപടി പറയും. ശരി ശരി ശരി, രണ്ടുപേരിലേക്ക് ഞാൻ വരാം. ശ്രീ രാജു പി നായർ, ചോദിച്ചിട്ട് പറയേണ്ട കാര്യമല്ലെന്നേ. ശരി, ഓക്കെ, ആയിക്കോട്ടെ, പറയേണ്ട കാര്യമല്ലല്ലോ. ശരി, ചോദിച്ചിട്ട് പറയേണ്ട കാര്യമല്ല. ശരി 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 ശരി, ഓക്കെ. ശ്രീ രാജു പി നായർ, ഇപ്പോ UDF മുന്നണി എടുത്താൽ ശക്തിയുള്ള രണ്ട് കക്ഷികൾ കോൺഗ്രസും മുസ്ലിം ലീഗുമാണ്. ബാക്കി ഘടക കക്ഷികളൊക്കെ 90കളിലെയോ അല്ലെങ്കിൽ 2000ത്തിന്റെ ആദ്യ പകുതിയിലെയോ ഒന്നും പ്രതാപത്തിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ CMP ആവട്ടെ, JSS ആവട്ടെ, RSP ആവട്ടെ, അതല്ലെങ്കിൽ ഇനി കേരള കോൺഗ്രസ് ആവട്ടെ. കേരള കോൺഗ്രസ് മാണി വിഭാഗം നിങ്ങളുടെ കൂടെയല്ല, ജോസഫ് വിഭാഗമാണുള്ളത്. അതിലെ കുറച്ച് നേതാക്കൾ കൂടി ഉണ്ടെങ്കിലും അപ്പോൾ ഇതര ഘടക കക്ഷികൾ ശക്തർ എന്ന് പറയാൻ കഴിയില്ല, അവർ ദുർബലാവസ്ഥയിലാണ്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും മാസ് ബേസ് ആണ്. അടുത്ത തവണ UDF അധികാരത്തിൽ വരുന്നുണ്ട് എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നിരിക്കെ ലീഗിന്റെ കൺസേൺസിനെ, ലീഗിന്റെ ആവശ്യങ്ങളെ പരിഗണിക്കാതിരിക്കാനും അക്കോമഡേറ്റ് ചെയ്യാതിരിക്കാനും കോൺഗ്രസിന് കഴിയുമോ? ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രി പദം അവർക്ക് കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നോ ഒന്നുമല്ല. ലീഗിനെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാതിരിക്കാൻ കോൺഗ്രസിന് പറ്റുമോ? അഭിലാഷേ, ലീഗ് പതിറ്റാണ്ടുകളായിട്ട് ഈ മുന്നണിയിലുള്ള പാർട്ടിയാണല്ലോ. ഒരുപക്ഷെ കോൺഗ്രസിന് പറ്റുന്ന പിഴവുകൾക്ക് പോലും ചേർന്ന് നിന്നുകൊണ്ട് ഈ മുന്നണിയെ ശക്തിപ്പെടുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്, ഇല്ലേ? മുസ്ലിം ലീഗിന് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും അത് ഞങ്ങളുടെ കൺസേണാണ്. ആ ഞങ്ങളുടെ കൺസേൺ അത് ഞങ്ങളായിട്ട് തന്നെ പരിഹരിച്ചോളാം. അതിന് പുറത്തു നിന്ന് ഉപദേശം തൽക്കാലം സ്വീകരിക്കുന്നില്ല. ഞങ്ങൾ രണ്ടുപേർക്ക് തമ്മിൽ യാതൊരു പ്രശ്നവും ഇപ്പോൾ ഇല്ല. നിങ്ങൾ പറയപ്പെടുന്ന പ്രശ്നം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് പരിഹരിച്ചോളാം. ശ്രീ പ്രേംകുമാർ ഇവിടെ പറഞ്ഞ തർക്കം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ദേശീയ കമ്മിറ്റിയെ ഭരിക്കുന്നു എന്നുള്ളതാണ്. CPMന്റെ സംസ്ഥാന കമ്മിറ്റി പിന്നെ എന്താ ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ദേശീയ കമ്മിറ്റിയെ ഭരിക്കുന്നത് വാദത്തിന് വേണ്ടി പറഞ്ഞാൽ പോലും സെക്യുലറിസത്തിൽ നിന്ന് ഒരു അണുവിട വ്യതിചലിക്കുന്ന നിലപാടല്ലല്ലോ. അതേസമയം CPMന്റെ അതാണോ? 2020 സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ്, ആ കമ്മ്യൂണിസ്റ്റ് ഈ രാജ്യത്തിൻ്റെ രാജ്യസഭയിൽ ഉണ്ടാവണം എന്ന് കോൺഗ്രസ് നിലപാടെടുത്തു. ബംഗാളിൽ CPMന് അതിനുള്ള എണ്ണമില്ല. ഞങ്ങൾ പറഞ്ഞു നിരുപാധിക പിന്തുണ തരാം, സീതാറാം യെച്ചൂരി രാജ്യസഭയിലേക്ക് വരട്ടെ. ഞങ്ങൾ പറഞ്ഞു. ആരാ അതിനെ പരാജയപ്പെടുത്തിയത്? പിണറായിസ്റ്റുകളല്ലേ? ഈ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് മുമ്പ്, ഞാൻ പിണറായിസ്റ്റുകൾ എന്ന് മനഃപൂർവ്വം പറയുന്നതാണ്, കേരളത്തിലെ CPMനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പരിഗണിക്കുന്നില്ല. കാരണം സീതാറാം യെച്ചൂരി എന്ന കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പിണറായിയെ കുറിച്ച് പറഞ്ഞാൽ അത് ഘടകവിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിനൊപ്പം രാഷ്ട്രീയമായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കണം എന്ന് CPMന്റെ പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ ചർച്ച നടന്നില്ലേ? ആരാ അതിനെതിരായിട്ടുള്ള നിലപാടെടുത്തത്? ഈ പിണറായിസ്റ്റുകളല്ലേ? ദാ ഇന്നും പുറത്തു വന്നിരിക്കുന്നു.
കോൺഗ്രസിനൊപ്പം രാഷ്ട്രീയമില്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാം എന്ന് അവിടെ നിൽക്കട്ടെ. ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇതിന്റെ ഏകോപന സമിതിയിൽ പോലും വരാതിരിക്കാനുള്ള കാര്യം ചെയ്തതാരാ? ഈ പിണറായിസ്റ്റുകളല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി CPM എന്ന് പറയപ്പെടുന്നതാണല്ലോ, ഈ രാജ്യത്ത് ഫാസിസത്തോട് നേർക്കുനേർ നിന്ന് ഏറ്റവും വലിയ പോരാട്ടം നടത്തി അവരെ പരാജയത്തിന്റെ വക്കോളം എത്തിച്ച തെരഞ്ഞെടുപ്പാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പിണറായിസ്റ്റുകൾ ഒരെണ്ണം പോയിട്ട് ഈ സംസ്ഥാനം വിട്ട് മറ്റൊരിടത്ത് പോയിട്ട് പ്രചാരണം നടത്തിയോ? ആ പിണറായി വിജയൻ പോയില്ലെന്ന് മാത്രമല്ല, ഇവിടുത്തെ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പോലും പോയിട്ടില്ല. കേരളത്തിൽ നിന്ന് ഒരു ഒറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, CPMന്റെ നേതാവ് പുറത്തു പോയിട്ട് പ്രചരണം നടത്തിയില്ല നരേന്ദ്രമോദിക്കെതിരെ. അപ്പോ സെക്യുലറിസത്തിൽ നിന്ന് ആർക്കെതിരെ നിൽക്കുന്നത് എന്നുള്ളത് ഇത് വെച്ച് വായിച്ചാൽ മനസ്സിലാവും. പ്രേംകുമാറെ, പ്രശ്നം അവിടെയാണ്. പ്രശ്നം കേരളത്തിലെ പിണറായിസ്റ്റുകൾ ഇന്ന് BJPക്ക് വേണ്ടി പണിയെടുക്കുന്നു. മലബാറിൽ ചെല്ലുമ്പോൾ മലബാറിൽ അവിടെ തീവ്ര മുസ്ലിം സംഘടനകളുടെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരോടാ? സാദിഖ് അലി ശിഹാബ് തങ്ങളോടാ പറയുന്നത്. ഏത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ? ഈ മധ്യ കേരളത്തിൽ മുനമ്പം എന്ന് പറയുന്ന ഒരു വിഷയം ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന നുണകൾ കൊണ്ടുവന്നുകൊണ്ട് പിണറായി വിജയന്റെ സഹായത്തോടെ, അടിവരയിട്ട് പറയുന്നു, പിണറായി വിജയന്റെ സഹായത്തോടു കൂടി ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരെ BJPയിലേക്ക് എങ്ങനെയെങ്കിലും തള്ളിവിട്ട് ഇവിടെ 10 സീറ്റ് ജയിക്കാൻ കഴിയുമെന്ന് നോക്കുന്ന പിണറായി വിജയൻ ആ വർഗീയതയ്ക്ക് കൂട്ടുപിടിക്കുമ്പോൾ അവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെന്നിട്ട് ക്രിസ്ത്യൻ സമൂഹത്തോട് സംസാരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ മുസ്ലിം മതസമുദായങ്ങളുടെയും പിന്തുണയോടുകൂടി ആ മുനമ്പത്ത് ജനങ്ങളെ കുടിയിറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് മുസ്ലിം സമുദായം എടുക്കുകയാണ്. ആ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ജമാഅത്തെ ഇസ്ലാമിയും SDP കൂട്ടുകെട്ടി അവിടെ മുസ്ലിം തീവ്ര വർഗീയ പാർട്ടിയുടെ പരിചരണത്തിൽ നിൽക്കുന്നത് എങ്ങനെയാ? മുസ്ലിം ലീഗ് ബാബറി മസ്ജിദില് തീവ്ര നിലപാടെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് വിട്ടുപോയ അന്യനെ മടിയിലിരുത്തിയിട്ടാണ് അല്ലേ? ഇനി നോക്കൂ, മധ്യ കേരളത്തിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു മുനമ്പം വിഷയം. ഈ ഈരാറ്റുപേട്ടയിൽ ഒരു സംഭവം ഉണ്ടായല്ലോ. ഈരാറ്റുപേട്ടയിൽ നടന്ന സംഭവത്തെ എല്ലാവരും അപലപിച്ചതാണ്. അവിടെ ഒരു ക്രൈം നടന്നു. പക്ഷേ ആ ക്രൈമിൽ ഉൾപ്പെട്ടവർ ഒരു മതസമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞത് BJPയുടെ ആഭ്യന്തരമന്ത്രിയല്ല, ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമല്ല, ഈ കേരളത്തിലാണ്. നിങ്ങൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവകാശപ്പെടുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഒരു മതസമുദായത്തിൽപ്പെട്ടവരാണ് തെണ്ടിത്തരം കാണിച്ചത് എന്ന് പറഞ്ഞു ഇല്ലേ? BJPക്ക് മറ്റൊരു മുഖ്യമന്ത്രി ഇവിടെ ആവശ്യമുണ്ടോ? നിങ്ങൾ ചെയ്യുന്നത് ഈ രാജ്യത്ത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയോടൊപ്പം തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഫാസിസത്തിനെതിരെ പോരാടാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ പോരാട്ടമായ ഭാരത് ജോഡോ യാത്രയിൽ പോലും ഭാഗമാകാൻ നിന്നപ്പോ അതിനെ വരെ എതിർത്ത് തോൽപ്പിച്ച് BJPക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന പിണറായിസ്റ്റുകളാണ്. പ്രേംകുമാറെ, നിങ്ങൾ ആശങ്കപ്പെടേണ്ടത് അതിനെ കുറിച്ചാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കവുമില്ല. നിങ്ങൾ ഞങ്ങളുടെ സംഘടനാ വിഷയം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നുള്ളതാണ് രാജു പിന്നാരുടെ. അഭിലാഷ് ഒരു മിനിറ്റ്. തൃശ്ശൂർ ഞങ്ങളുടെ സംഘടനാ വിഷയത്തെ സംബന്ധിച്ചാണ് റിപ്പോർട്ടുള്ളത്. ആ റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല, പുറത്ത് നേതൃത്വത്തിൽ നിന്ന് മറ്റൊരാളും കണ്ടിട്ടില്ല. നിങ്ങൾ അത് ഉപയോഗിക്കുകയാണ്. പ്രേംകുമാർ എനിക്ക് മറുപടി തരുമോ? ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ MM ആരിഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 1,05,000 വോട്ട് കുറഞ്ഞു. ശോഭാ സുരേന്ദ്രന് അതേ 1,05,000 വോട്ട് കൂടി. എങ്ങനെയാണ് MM ആരിഫിന് വോട്ട് കുറഞ്ഞതും എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന് വോട്ട് കൂടിയതും എന്ന് അങ്ങേക്ക് എന്നോടൊന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയാണ് ആറ്റിങ്ങലിൽ നിങ്ങളുടെ വോട്ട് കുറഞ്ഞത് എന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയാണ് കണ്ണൂരിൽ നിങ്ങളുടെ വോട്ടുകൾ, ഉറച്ച വോട്ടുകൾ, പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു തരാമോ? കാരണം നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന കേരളത്തിലെ പിണറായിസ്റ്റുകൾ വർഗീയതയോട് ചെയ്യുന്ന സന്ധി, ആ സന്ധിയാണ് ഈ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നതിന് തയ്യാറ്. അത് പറയാതെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി, ഉപമുഖ്യമന്ത്രി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്തുന്നത് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിന് രക്ഷപ്പെടാൻ വേണ്ടി. ശരി, ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ പോയിന്റ്. ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് അഭിലാഷാണ് ചർച്ച നടത്തിയത്, ഞാനല്ല. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ പ്രേംകുമാർ, ഇവിടെ നമ്മളിപ്പോ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു. LDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി വിജയന്റെ പാർട്ടിയുടെ നോം അനുസരിച്ച് വീണ്ടും പിണറായി വിജയന് മത്സരിക്കാൻ പറ്റില്ല. ആ നിബന്ധന അനുസരിച്ചാണ് തോമസ് ഐസക് അടക്കം മാറി നിന്നത് കഴിഞ്ഞ തവണ. അപ്പൊ സ്വാഭാവികമായി ഇത്തവണ പിണറായി വിജയൻ മാറി നിൽക്കേണ്ടതാണ്. പിണറായി വിജയൻ മാറി നിൽക്കുമോ? അത് മാറി നിൽക്കേണ്ടതാണ്. പാർട്ടിയുടെ നിയമമനുസരിച്ച്, ചട്ടമനുസരിച്ച്, കീഴ്വഴക്കമനുസരിച്ച്, പ്രത്യേകിച്ച്
2023 തീരുമാനങ്ങളുടെ രീതിയും ഗതിയും അനുസരിച്ച് പിണറായി വിജയൻ സ്ഥാനാർത്ഥിയാവില്ല LDF-ന് ഒരു പുതിയ ഫ്രഷ് കാൻഡിഡേറ്റ് വരും, ഒരു ഫ്രഷ് മുഖ്യമന്ത്രി മുഖം വരണം. വരും എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് തീർച്ചയായിട്ടും പാർട്ടി പോളിറ്റ് ബ്യൂറോ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രകാശ് കാരട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പോളിറ്റ് ബ്യൂറോ അല്ല, പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും ഇക്കാര്യം. പക്ഷേ പിണറായി വിജയൻ ഇനി ഒരു ഇളവ് കൊടുക്കുക എന്ന് പറയുന്നത് മറ്റാർക്കും കൊടുക്കാത്ത ഇളവ് പിണറായി വിജയന് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക? തീർച്ചയായിട്ടും അത് കേരളത്തിൽ അത് ചർച്ചാ വിഷയമാവും, അത് സംസാര വിഷയമാവും, സംശയമൊന്നുമില്ല. പക്ഷെ ഒരൊറ്റ വാക്ക് ഞാൻ പറയാം. ഇന്ന് കേരളത്തിലെ സി പി എമ്മിൻ്റെ അകത്തും ഗവൺമെൻറ്റിലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു ടോൾ നേതാവാണ് പിണറായി വിജയൻ. കോൺഗ്രസിൻ്റെ പ്രശ്നം അതുപോലെയൊരു നേതാവ് കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രി ആവണം എന്ന് പാർട്ടിയിൽ ആരെങ്കിലും ഒക്കെ ആവശ്യപ്പെടുകയും അതിന് പിന്തുണ കിട്ടുകയും ചെയ്താൽ അത് കാര്യം വേറെ, അത് രാഷ്ട്രീയം വേറെ, അത് മറ്റു കാര്യം. അത് തെരഞ്ഞെടുപ്പിന് ശേഷമോ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലോ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ കോൺഗ്രസ്, രാജു പി നായർ ഒക്കെ പറയുന്നുണ്ടല്ലോ, ഒരു ബഹുമാനപ്പെട്ട രാജു പി നായർ, ഷാഫി ചാലിയം, നിങ്ങൾ ഓർക്കേണ്ടത് എന്തുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതുപോലൊരു പ്രസ്താവന നടത്തി, ആ സാഹചര്യം എന്ത്? അതിൻ്റെ മനസ്സ് നൊന്ത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോളാം എന്നൊരു സൂചനയുണ്ട് രാജു പി നായർ അതിനകത്ത്. നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം എനിക്കറിയാം, എത്ര നമ്മൾ തിരുവനന്തപുരത്ത് നിൽക്കുന്നതല്ലേ, എത്രയോ ഘടകകക്ഷികൾ നേതാക്കളായിട്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ സംസാരിക്കുന്ന. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഒരു ജൈത്രയാത്ര നടത്തിയതല്ലേ? ആ ജൈത്രയാത്ര അതിൻ്റെ സ്ഥിതി എന്താണിന്ന്? ഇത് ലീഗ് നേതൃത്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, ഇന്ന് കേരളത്തിൽ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ അടിത്തറയുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഒരു കാലത്ത് ചരിത്രത്തിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾ ശക്തിയായി, വിദ്യാഭ്യാസത്തിലൂടെ സമ്പത്തിലൂടെ ശക്തിയായി. അന്ന് മന്നം പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യൻ കോൺഗ്രസ് എന്നാണ് അദ്ദേഹം കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത്. മന്നത്ത് പത്മനാഭൻ, NSSന്റെ സ്ഥാപകൻ. പിന്നീട് അദ്ദേഹം ക്രിസ്ത്യാനികളെ കൂട്ടുപിടിച്ചിട്ട് കേരള കോൺഗ്രസ് ഉണ്ടാക്കി. അതൊക്കെ ചരിത്രം. പക്ഷെ അത് ഓർക്കണം, ആ സാമ്പത്തിക ശേഷി, വിദ്യാഭ്യാസപരമായ ഔന്നത്യം, അതൊക്കെ ലീഗിനെ നയിക്കുന്നുണ്ട്. ലീഗിൻ്റെ അണികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓർക്കണം. ഷാഫി ചാലിയം, നിങ്ങളും അത് ഓർക്കണം. നേതാക്കൾ ഇങ്ങനെ ചിന്തിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് പ്രായോഗികമായിട്ട് UDF-നെ അധികാരത്തിൽ കൊണ്ടുവരാൻ എന്ത് വഴി എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, കൂടിയിരുന്ന് ആലോചിക്കേണ്ടത്. ശ്രീ ഷാഫി ചാലിയം, എന്തുകൊണ്ട് ഈ ചർച്ച ഉണ്ടാവുന്നു? ഞാൻ ആ ചോദ്യം താങ്കളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. നോക്കൂ, ഇപ്പോൾ സമീപകാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും അങ്ങനെ ഒരു ചർച്ച വന്നില്ല. ഇപ്പോൾ 2001 തെരഞ്ഞെടുപ്പിന് മുമ്പ് ആര് മുഖ്യമന്ത്രിയാവും, PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആവണോ, K കരുണാകരൻ മുഖ്യമന്ത്രി ആവണോ തുടങ്ങിയ ചർച്ചയെ ഉണ്ടായിട്ടില്ല. കാരണം AK ആന്റണി മുഖ്യമന്ത്രി ആവുന്ന UDF-ൽ എല്ലാവർക്കും അറിയാമായിരുന്നു. UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ 2006 UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ഉമ്മൻചാണ്ടി ആകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ച ഉണ്ടായിരുന്നു, മൂർച്ച ഉണ്ടായിരുന്നു. 2011 സമാനമായ വിധത്തിൽ രമേശ് ചെന്നിത്തല KPC പ്രസിഡന്റാണ്, അദ്ദേഹം മത്സരിക്കുമ്പോൾ പോലും തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവുമെന്നാൽ എല്ലാവർക്കും അറിയാമായിരുന്നു. 2016 അധികാരം കിട്ടിയാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആകും എന്ന് തീർച്ച ഉണ്ടായിരുന്നു. ആ കാലത്തിന് മുമ്പേ 2021 രമേശ് ചെന്നിത്തല ആകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. 2026 പോകുമ്പോൾ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ആരാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ആർക്കും ഒരു അന്തവുമില്ല, കുന്തവുമില്ല, ഓപ്പണായിട്ട് കിടക്കാണ്. അതുകൊണ്ടാണ് ഈ ചർച്ച വരുന്നത്. എന്തുകൊണ്ടാണ് ഇതുവരെ കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ലല്ലോ? ഇപ്പൊ വരുന്നത് എന്തുകൊണ്ടാ? ആ പ്ലേസ് ഇങ്ങനെ പല ആളുകൾക്ക് ഓടി കയറാൻ കഴിയുന്ന വിധത്തിൽ വേക്കൻ്റ് ആയി കിടക്കുന്നു എന്നുള്ളതുകൊണ്ടല്ലേ? അല്ല, ഇവിടെ ജേക്കബ് ജോർജ് പറയുണ്ടായി, അതിനിടയിൽ അഭിലാഷും ചെറുതായി സൂചിപ്പിക്കുകയുണ്ടായി സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവന എന്ന്. സാദിഖ് അലി തങ്ങൾ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല. സാദിഖ് അലി തങ്ങൾ ഒരു പ്രസ്താവന, ഒരു പറയട്ടെ പുറപ്പെടുവിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു വിഷയം തന്നെയാണ്. ഇവിടെ നിങ്ങളിപ്പോൾ ഒരു ചർച്ചയിൽ എന്നോട് ചോദിക്കുന്നത് പോലെ ജോണി ലോക്കോസ് ഒരു ചോദ്യം ഇട്ട്, അതൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണോ സീരിയസ് ക്വസ്റ്റ്യൻ ആണോ, എല്ലാറ്റിനോടും ചിരിച്ച് സംസാരിച്ച് മറുപടി പറയുന്ന ഒരു പ്രകൃതക്കാരനാണ് സാദിഖ് അലി തങ്ങൾ എന്നുള്ള എല്ലാവർക്കും അറിയുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചീഫിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നാൽ നിങ്ങൾ ഏറ്റെടുക്കും? ഇല്ല, ഞങ്ങൾ പ്രധാനമന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും മറ്റേനൊന്നും ഇല്ല എന്ന് ഏതെങ്കിലും പാർട്ടിക്കാർക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു അവസരം വന്നാൽ തീർച്ചയായിട്ടും എന്താണ്, ഞങ്ങളത് സ്വീകരിക്കും. എന്താത്ര സംശയം? അതിൻ്റെ അർത്ഥം ഇന്നത് വേണമെന്നത് ഡിമാൻഡ് ചെയ്തു എന്നാണോ? പിന്നെ നിങ്ങൾ കോൺഗ്രസിൻ്റെ ചരിത്രം പഠിക്കുക. എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് 2-3 ഫാക്ടർ ഉണ്ടാകാറുണ്ട്.
കരുണാകരന്, AK ആൻ്റണിയുടെ കാലഘട്ടത്തിൽ ഇവർ രണ്ടും അല്ലാത്ത മൂന്നാം ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. പല ഗ്രൂപ്പുണ്ടാവും. അത് ഒക്കെ നിലനിൽക്കെ തന്നെയാണ് 5 കൊല്ലം കൂടുമ്പോൾ കോൺഗ്രസ് വിവിധ മുഖ്യമന്ത്രിമാരെ ഇവിടെ തന്നത്. ഇപ്പോൾ മാത്രമാണ് ഒരു തുടർഭരണ പ്രശ്നം വന്നത്. അതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് നേതാക്കളെ തീരുമാനിക്കാറ്, ഘടകകക്ഷികളെല്ലാം. പിന്നെ കോൺഗ്രസിൻ്റെ തൊട്ടടുത്ത കർണാടക പോലുള്ള സ്റ്റേറ്റ് ഒക്കെ എടുത്ത് നോക്കല്ലോ, 1-2 ആളുകൾ ഇനി വന്നാൽ തന്നെ കോൺഗ്രസ് അത് മാനേജ് ചെയ്യുന്ന രീതിയുണ്ട്. അതിനൊക്കെ വൈഭവമുള്ളൊരു പാർട്ടിയാണ്. ഇന്ത്യ രാജ്യം കുറേ കാലം ഭരിച്ച് 10-30 സ്റ്റേറ്റൊക്കെ ഭരിച്ച് പരിചയസമ്പന്നുള്ള പാർട്ടിയല്ല. ആ പാർട്ടീൻ്റെ കാര്യത്തിൽ നിങ്ങൾ അത്ര വലിയ ഉത്കണ്ഠകുലരാകേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത്ര പരിണിതപ്രജ്ഞനായ നേതാക്കളുണ്ട്. അത് ആ ടൈം ആകുമ്പോൾ ആലോചിക്കാം. മനസ്സിലായോ? അതിലിപ്പോൾ എങ്ങനെ ചർച്ച വന്നു? ഇപ്പം ആര് ചർച്ച? നിങ്ങളുണ്ടാക്കുന്ന ഓരോരോ ചർച്ചകൾ. നിങ്ങൾ വൈകുന്നേരം 7 മണിക്ക് ഒരു വിഷയമാണ് ചർച്ചയ്ക്ക് വെച്ചാൽ അതാണ് നാടിൻ്റെ ചർച്ച എന്ന് നിങ്ങൾ കരുതിയാൽ ഇപ്പം എന്താ അതിൻ്റെ അർത്ഥം? അല്ലാതെ അങ്ങനെ ജനങ്ങൾക്കിടയിലോ അണികൾക്കിടയിലോ ഒരു ചർച്ചയില്ല, ഒരു ക്ലാരിറ്റി ഉണ്ട്. ജനത്തിൻ്റെ ഇടയിലുള്ള ഇപ്പം ചർച്ച പിണറായി സർക്കാർ ഒന്ന് പോയി കിട്ടണം. പിണറായി സർക്കാർ പോയാൽ ആരുടെ സർക്കാർ വരും? അതാണ് എന്റെ ഒരു ചർച്ചയുണ്ട്. ഇപ്പോഴുള്ള ചർച്ച അതാണ്. ഇതിപ്പോ ചാനലുകൾക്ക് 7:30 8 മണിക്കും ഒക്കെ വിഷയമില്ലാത്തതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണല്ലോ താങ്കളുടെ ഒരു ആരോപണം. ഇപ്പൊ നോക്കൂ, ഇപ്പോൾ നമ്മൾ 2015 ഈ ചർച്ചയെങ്കിൽ ഉമ്മൻചാണ്ടി എന്നുള്ള ഉത്തരം എനിക്കുണ്ടായിരുന്നു, താങ്കൾക്കുണ്ടായിരുന്നു. 2019 20 ആയിരുന്നു ഈ ചർച്ചയെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന ഉത്തരം UDF മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നമുക്കുണ്ടായിരുന്നു. ശരി, പറയൂ, ഒരു പ്രശ്നവുമില്ല, ആർക്കും ഒരു ക്ലാരിറ്റി കുറവില്ലെങ്കിൽ ശ്രീ ഷാഫി ചാലിയം പറയൂ, 2026 UDF മുഖ്യമന്ത്രി മുഖം ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ട് തരും, ഞങ്ങൾ അതാണ്ട് അംഗീകരിക്കും. എന്താ സംശയം? അല്ല, ആരാത്? അത് ആരാകട്ടെ. ഇതാണ് ലീഡർഷിപ്പ് ഉണ്ട്, അവരൊരാളെ സെലക്ട് ചെയ്യും. അല്ല, അതൊക്കെ സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് ചടങ്ങല്ലേ. ഞാൻ പറയട്ടെ, MLA അല്ല ഞാൻ പറയട്ടെ അഭിലാഷേ, അല്ല, എന്റെ ചോദ്യം താങ്കളുടെ മനസ്സിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതാണ് എന്റെ ചോദ്യം. തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്, അതിലൊന്നും ആർക്കും തർക്കമില്ല. ഞാൻ എന്റെ മറുപടി കൂടി കേൾക്കൂ. ഇപ്പൊ അല്ല, ഞാൻ പറയട്ടെ, മറുപടി പറയാം. നമ്മൾ ഈ പാനലിൽ ഇരിക്കുന്ന രാജു P നായർ, അദ്ദേഹം MLA അല്ല. നാളെ ഹൈക്കമാൻഡ് 2026 രാജു P നായരാണ് മുഖ്യമന്ത്രിയായിട്ട് തന്നതെങ്കിൽ എന്താത്ര സംശയം? ഞങ്ങൾ സ്വീകരിക്കും. AK ആൻ്റണിക്ക് തിരൂരങ്ങാടി കൊണ്ടുപോയി മത്സരിച്ച് അസംബ്ലിയിൽ എത്തിച്ചതുപോലെ ഞങ്ങളെടുത്ത് സുരക്ഷിത മണ്ഡലമെങ്കിൽ രാജു P നായരെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് ജയിപ്പിക്കും. ഞങ്ങൾക്ക് ആരെന്നുള്ളല്ല, കോൺഗ്രസ് എന്ന പാർട്ടിയാണ് ഞങ്ങളെ നയിക്കുന്നത്. അവരാണ് മുഖ്യ കക്ഷി. അവർ ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വലിയ പാർട്ടിയാണ്. ആ പാർട്ടി ഒരു നേതാവിനെ തരും, അതിനെ സ്വീകരിച്ച ചരിത്രമേ ഞങ്ങൾക്കുള്ളൂ. അതിൽ ആർക്കും ഒരു ആശങ്ക വേണ്ട. ഓക്കെ, അത്ര എളുപ്പമാണോ ശ്രീ ജേക്കബ് ജോർജ്? ആരെയും സ്വീകരിക്കുമോ മുസ്ലിം ലീഗ്? സേ ഇല്ലേ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി? മുസ്ലിം ലീഗിനുണ്ട്, ഘടകകക്ഷികളൊക്കെ ഉണ്ട്. കരുണാകരൻ എന്ന ശക്തനായ കരുത്തനായ മുഖ്യമന്ത്രിയെ മാറ്റിയതാരാ? ഘടകകക്ഷികൾ കൂടിയാണ്. ആദ്യം തീരുമാനമെടുത്ത ഘടകകക്ഷികളാണ്. ഘടകകക്ഷികളെ പിന്തുണ മേടിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി ഘടകകക്ഷികളെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഞാൻ പറയുന്നില്ല, പക്ഷെ മാനേജ് ചെയ്തു. 95-ലും 2004-ലും മുഖ്യമന്ത്രി സ്ഥാനം മാറ്റിയപ്പോൾ, അതായത് കരുണാകരനിൽ നിന്ന് AK ആന്റണിയിലേക്കും AK ആന്റണിയിൽ നിന്ന് ഉമ്മൻചാണ്ടിയിലേക്കും മുഖ്യമന്ത്രി സ്ഥാനം മാറ്റിയപ്പോൾ ലീഗിന് റോൾ ഉണ്ടായിരുന്നു. ആ റോൾ എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കളത്തി പോരാട്ടം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലീഗിനൊരു സേ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. മുസ്ലിം ലീഗ് ശക്തമായ പാർട്ടിയാണ്, അങ്ങനെ എടുത്തിട്ടുണ്ട്. ശക്തമായ ധീരമായ നിലപാട് എടുത്തിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്തും കരുണാകരൻ്റെ കാലത്തും ഒക്കെ ലീഗ് വളരെ ശക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഷാഫി ചാലി. ശരി, ഇവിടെ ശ്രീ പ്രേംകുമാർ, ഈ നേതൃവൈവിധ്യം എന്ന് പറയുന്നത് UDF സംബന്ധിച്ച ഒരു അനുഗ്രഹമല്ല. ഇപ്പൊ പല സംസ്ഥാനങ്ങളിലും ഒരു സിംഗിൾ നേതാവിനെ പ്രൊജക്ട് ചെയ്തെടുത്ത് സമീപകാലത്ത് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. എന്നാൽ അങ്ങനെ നേതാവിനെ പ്രൊജക്ട് ചെയ്യാതെ മത്സരിച്ച ഇടങ്ങളിൽ അതിപ്പോൾ കോൺഗ്രസ് ആവട്ടെ BJP ആവട്ടെ വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ എല്ലാ സോഷ്യൽ ഘടകങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന നേതാക്കൾ മത്സരിക്കുക, ആ മത്സരത്തിന് ശേഷം ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അവരിൽ ഒരാളെ, ഏറ്റവും അനുയോജ്യൻ എന്ന് ഹൈക്കമാൻഡിന് തോന്നുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ളതല്ലേ ഒരു മുഖ്യമന്ത്രിയെ നേരത്തെ പ്രഖ്യാപിച്ചിട്ട് മത്സരിക്കുന്നതിനേക്കാൾ നല്ലത്? അല്ല, തീർച്ചയായിട്ടും നല്ലത്, അതാണ് ചെയ്യേണ്ടത്, അതാണ്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു മുഖ്യമന്ത്രി കസേരയും ഒരു പാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ 1 ഡസൻ ആളുകൾ അതിന് കുപ്പായം തുന്നിച്ചിരിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. K മുരളീധരൻ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അതിനേക്കാൾ എനിക്ക് സത്യം പറഞ്ഞാൽ ലീഗിന്റെ എല്ലാ നേതാക്കന്മാരെയും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല മനുഷ്യന്മാരാണ് അവർ, നല്ല കാര്യങ്ങളാണ് പറയാ. ഇപ്പൊ ഷാഫി ചാരിയൻ തന്നെ നോക്കൂ, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന് അവർ പറയില്ല. വേണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ത് പറയും? തരൂല എന്ന് പറയും. വേണ്ട എന്ന് പറയില്ല. വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ എന്ന് പറയും. വേണോ വേണ്ടേ എന്ന് വെച്ചാൽ വേണ്ടണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. നല്ലതാണത്, കേൾക്കാൻ നല്ലതാണ്. പക്ഷേ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് നിലപാടുകൾ ഉണ്ടാവുകയാണ് വേണ്ടതെന്നുള്ളതാണ്. ഇനി രാജു ബി നായരുടെ മറുപടി ഇന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ന് അഭിലാഷ് ചർച്ചയ്ക്കെടുത്ത വിഷയത്തിൽ രാജു ബി നായറിന് ഒന്നും പറയാനില്ല. അദ്ദേഹം പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ ജോണി ലൂക്കോസിനെ പിണറായി വിജയനെ ഏൽപ്പിച്ചിട്ട് സാദിഖ് അലി തങ്ങളോട് ചോദിച്ചിട്ട് ഇങ്ങനെ പറയിപ്പിച്ചാണ്. ഈ വിഷയത്തിന്റെ പിന്നിലും കളിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളുടെയും പിറകിൽ പിണറായി വിജയനാണെന്ന് പറയുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. ഇനി അഭിലാഷ് ചോദിച്ച കാര്യത്തോട് അതിന് ഒഫീഷ്യലായി ഉത്തരം പറയാനുള്ള ആളല്ല ഞാനെങ്കിൽ കൂടെ പറയട്ടെ. 2021 കേരളത്തിലെ CPIM-ഉം CPI-യും എടുത്തിരുന്ന തീരുമാനം 2 കാര്യങ്ങളായിരുന്നു. 2 തവണ MLA ആയവർ പിന്നെയും മത്സരിക്കേണ്ടതില്ല. 1 തവണ മന്ത്രിയായ ആൾ പിന്നെയും മന്ത്രി ആവേണ്ടതില്ല, എക്സെപ്റ്റ് ചീഫ് മിനിസ്റ്റർ. അതായിരുന്നു തീരുമാനം. അത് പ്രകാരമാണ് തോമസ് ഐസക്കും ശൈല ടീച്ചറും മാറുകയും പിണറായി വിജയൻ തന്നെ പിന്നെയും മുഖ്യമന്ത്രി ആവുകയും ചെയ്യുന്നത്. 2026 ഇലക്ഷൻ നടക്കുമ്പോൾ പ്രാഥമികമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഉത്തരവാദിത്തമാണ് പുതിയ ആളുകൾ മന്ത്രിമാരാവുക എന്നുള്ളത്. ഇന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നിട്ടുള്ള SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയാണ് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എങ്കിലാണ് കേരളത്തിൽ LDF വിജയിക്കാൻ സാധ്യതയെങ്കിൽ അനുശ്രീ കാൻഡിഡേറ്റ് ആവണം. ഇനി അതല്ല, പിണറായി വിജയൻ കാൻഡിഡേറ്റ് ആയാലാണ് LDF ജയിക്കുക. പ്രാഥമികമായ ലക്ഷ്യം അത് നിർവഹിക്കാൻ ഏത് കാൻഡിഡേറ്റിയാണോ ആരെയാണോ പ്രൊജക്ട് ചെയ്യേണ്ടത് എന്നെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. പ്രേംകുമാർ, വിന്നബിലിറ്റി എല്ലാവർക്കും ബാധകമാക്കണ്ടേ? ഒരാൾക്ക് മാത്രം ഒഴിവും ബാക്കി എല്ലാ ആളുകൾക്കും മാറ്റവും എന്നുള്ള സമീപനം ശരിയാണോ? ഇപ്പോ ശൈലജ ടീച്ചർ 2 ടേം കഴിയും. അപ്പോൾ ശൈലജ ടീച്ചർക്കും വിന്നബിലിറ്റി മാനദണ്ഡമാണെങ്കിൽ സീറ്റ് കൊടുക്കാലോ. അഭിലാഷിന് ഓർമ്മയുണ്ടോ? 2021 ശൈലജ ടീച്ചറും തോമസ് ഐസക്കും അടക്കമുള്ള ആളുകൾ പിന്നെയും മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചപ്പോൾ അഭിലാഷിനെ പോലുള്ള സകല ആളുകളുടെയും ബേജാർ ഇതായിരുന്നു, വിന്നബിലിറ്റി ഇവർക്കല്ലേ എന്നുള്ളത്. LDF തന്നെയാണല്ലോ വിജയിച്ചു വന്നത്, സീറ്റ് കൂടുകയാണല്ലോ ചെയ്തത്. അത് ആ പാർട്ടിക്ക് അറിയാമെന്നേ, LDFന് അറിയാം. അവരത് ചെയ്യട്ടെ, അവർ തീരുമാനിക്കട്ടെ. മാത്രമല്ല ഈ നിബന്ധന നമ്മൾ ആരും കൊണ്ടുവന്നതല്ലോ, CPM-ഉം CPI-യും കൊണ്ടുവന്നിട്ടുള്ള ഒരു നിബന്ധനയാണ്. അത് ഭംഗിയായി അവർ നടപ്പിലാക്കട്ടെ. പ്രാഥമികമായി LDFന്റെ ഭരണം തുടരാനുള്ള തീരുമാനം എടുക്കട്ടെ. കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവട്ടെ, LDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവട്ടെ, അതൊക്കെ അവരവരാണ് തീരുമാനിക്കേണ്ടത്. നമ്മളിത് ചർച്ച ചെയ്യുക, അതൊരു രാഷ്ട്രീയ സംവിധാനത്തിൽ പൊതുമണ്ഡലത്തിൽ ചർച്ചകൾ ഉണ്ടാവുക സ്വാഭാവികമല്ലേ. പക്ഷേ രാജു പി നായർ, ഇപ്പൊ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ കൂടുതൽ മന്ത്രിസ്ഥാനമോ ഈവൻ മുഖ്യമന്ത്രി സ്ഥാനം എന്ന ചർച്ചയൊക്കെ വന്നാൽ അത് വലിയ അപകടമാണ്, കുഴപ്പമാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ലീഗിലും കോൺഗ്രസിലും തന്നെ ഉണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ കാർഡൊക്കെ വെച്ചിട്ട് UDF അണികൾ തന്നെ നിങ്ങൾ എന്തൊരു ദ്രോഹമാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരള സമൂഹത്തെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. ഒരു മുസ്ലിമിന് ഒരു പദവി കിട്ടിയാൽ അല്ലെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെല്ലാം കൂടി അതിനെതിരെ വോട്ട് ചെയ്യും എന്ന മട്ടിൽ നമ്മൾ സമൂഹത്തെ കുറച്ച് കാണുന്നത് കൊണ്ടല്ലേ. ഇപ്പോൾ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ സമുദായമായ ഓർത്തഡോക്സ് സമൂഹത്തിന് കേരള ജനസംഖ്യയുടെ 2-3% പ്രാതിനിധ്യമുള്ളൂ. കോൺഗ്രസിന്റെ ഏറ്റവും നല്ല മികച്ച നേതാവായതുകൊണ്ട്, കേരളത്തെ നയിക്കാൻ പറ്റുന്ന നേതാവായതുകൊണ്ടാണ് മുഖ്യമന്ത്രിയായത് ഉമ്മൻചാണ്ടി. അല്ലാതെ അദ്ദേഹത്തിന് ഒരു സമുദായത്തിന്റെ പ്രാതിനിധ്യം എന്നുള്ളത് പോലെയല്ല. എന്ന് പറഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാളാണ് കേരളത്തിലെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ ആൾ എങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവണം, അല്ലെങ്കിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആവണം, അല്ലെങ്കിൽ അദ്ദേഹം പ്രധാനപ്പെട്ട പദവികൾ വഹിക്കണം. അതിനൊക്കെ നമ്മൾ ഈ സമൂഹത്തെ വല്ലാതെ ഒരു സമുദായക്കാരനായാൽ ഇങ്ങനെ വേറെ തരത്തിൽ കൺസോളിഡേഷൻ ഉണ്ടാകുമോ എന്നൊക്കെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? നോൺസെൻസ് അല്ലേ അത്? അല്ല അഭിലാഷ് അറിയാതെയാണോ അറിഞ്ഞാണോ പറയുന്നത് എനിക്കറിയില്ല. അഭിലാഷ് ഒരു തരത്തിൽ CPM ആഗ്രഹിക്കുന്ന ഒരു നെറേറ്റീവ് അഭിലാഷ് ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ മുണ്ട് പൊക്കിക്കോളാം, ഞാൻ കൊച്ചിയിൽ നിന്ന് അല്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന ന്യൂനപക്ഷത്തെ വരാൻ പോകുന്നു എന്ന് പറയുന്ന CPM എന്നും അനുവർത്തിച്ചിട്ടുള്ള ചില എങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞുമണി കുഞ്ഞൂഞ്ഞ് സഖ്യം എന്നുള്ള നെറേറ്റീവ് ഉണ്ടായത്? അത് CPMന്റെ നെറേറ്റീവ് ആയിരുന്നു. BJPക്ക് വോട്ട് കൊടുത്തുകൊണ്ട് അറിയാതെയാണെങ്കിലും ആ നെറേറ്റീവിലേക്കാണ് എത്തുന്നത്. അവിടെ ഏകീകരിക്കപ്പെടും എന്ന് നമ്മൾ എന്തിനാണ് കരുതുന്നത് എന്നാണ് എന്റെ ചോദ്യം. നമ്മൾ എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ വോട്ടർമാരെ അങ്ങനെ കുറച്ച് കാണുന്നത്? ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ നേതാവായി കാട്ടിയാൽ വോട്ടെല്ലാം അപ്പുറത്ത് പോകുമെന്ന് വിചാരിക്കുന്നതിൽ ഒരു കുഴപ്പമുണ്ട് ശ്രീ രാജു പി നായർ.
അല്ല അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന്റെ വ്യംഗ്യം ആ നെറേറ്റീവ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് ഒന്ന് ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് തുണിപൊക്കി പിടിക്കുന്നില്ല, തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴേ ഞങ്ങൾ തുണിപൊക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഷാഫി ചാലിയം പറഞ്ഞതിനോട് ഞാൻ എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. ഷാഫി ചാലിയം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. ഇപ്പോൾ അങ്ങ് പറയുകയാണ് രാജു പി നായർ നാളെ വന്നാൽ മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിക്കും. നാളത്തെ ചർച്ച മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രാജു പി നായർ എന്നായിരിക്കും. പ്രേംകുമാർ അവിടെ ചെന്നിരിക്കും. ഷാഫി ചാലിയെ കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടെ പറയണ്ടേ? പ്രേംകുമാറിനുള്ള മറുപടി കൂടിയായിട്ട് ഇത് കൂട്ടിക്കോ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ദയവിട്ട് ഷാഫി ചാലിയെ പറഞ്ഞതിനെ ഞാൻ ഇപ്പോൾ ഈ ചർച്ചയിൽ ചെന്ന് തീർക്കാണ്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനില്ല. നാളെ ചർച്ച നടത്തരുത് ദയവ് ചെയ്ത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അഭിലാഷേ, ഈ പറഞ്ഞത് രാജീവ് പി നായർ ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അഭിലാഷ് പറഞ്ഞത് വളരെ കേരള സമൂഹത്തിൻ്റെ പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത്. കേരള സമൂഹത്തിൽ ആ സമൂഹത്തെ വിഷലിപ്തമാക്കാൻ ചില വർഗീയ ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് വർഗീയതയാണ് പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ കാർഡായിട്ട്, രാഷ്ട്രീയ കാർഡായിട്ട് കളിക്കുന്നത്. ഒരു മുസ്ലിം കണ്ടില്ലേ, റിയാസ് മുഖ്യമന്ത്രിയാകുന്നു, മുഖ്യമന്ത്രിയാക്കാനാണ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനാണ് ശ്രമമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് ആരാ? ഇതേ വർഗീയ ശക്തികളാണ്. അല്ല, അത് മറ്റൊരു രാഷ്ട്രീയം. പക്ഷേ ഇതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇത് മുസ്ലിം വിരോധം എവിടെയാ ലക്ഷ്യം എന്നറിയാമോ? ക്രിസ്ത്യൻ മനസ്സാണ് ലക്ഷ്യം. ഈ ക്രിസ്ത്യൻ മനസ്സിലേക്ക് ഒരു മുസ്ലിം വിരോധം, ക്രിസ്ത്യൻ വോട്ടാണല്ലോ കേരളത്തിൽ UDFന്റെ ഐക്യജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടാണ്. ആ വോട്ടിലേക്ക് വിഷം നിക്ഷേപിക്കുകയാണ് ചിലർ. അല്ല, അതൊക്കെ എനിക്കൊന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ കാൽക്കുലേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം AK ആന്റണിയെ ഇപ്പോ തിരൂരങ്ങാടിയിൽ ലീഗ് മത്സരിച്ചത് ഇവിടെ ഷാഫി ചാലിയെ അങ്ങനെ സമൂഹങ്ങളുടെ നേതാക്കളുടെ മതമോ ജാതിയോ ഒന്നും വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയ നേതാക്കൾ 30 സെക്കൻഡ് അഭിലാഷ് എനിക്കൊരു 30 സെക്കൻഡ് തരണം. അഭിലാഷ് എനിക്കൊരു 30 സെക്കൻഡ് തരണം. പറഞ്ഞോ. പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഈ ദൃശ്യമാധ്യമങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ പത്രസമ്മേളനങ്ങൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിമാർ പത്രസമ്മേളനം നടത്തിയതിനു ശേഷം ഓഫ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞ് അവർ സൗഹൃദ സംഭാഷണം നടത്തും. ആ സൗഹൃദ സംഭാഷണത്തിൽ ഏറ്റവും വലിയ സീക്രട്സ് പോലും ഷെയർ ചെയ്തിരുന്നു. പക്ഷെ അന്നത്തെ മാധ്യമ പ്രവർത്തകർക്ക് ആ ഓഫ് ദ റെക്കോർഡ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള നൈതികതയുണ്ടായിരുന്നു, അവർക്ക് മാന്യതയുണ്ടായിരുന്നു, ജേർണലിസ്റ്റ് എത്തിക്സ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ചർച്ച കാണുമ്പോൾ ആ എത്തിക്സ് മുഴുവൻ ഇല്ലാതെയായിരിക്കും എന്ന് എനിക്ക് സങ്കടത്തോടു കൂടി പറയേണ്ടി വരും. ഓഫ് ദ റെക്കോർഡായി പറഞ്ഞ എന്തെങ്കിലും കാര്യം ആരെങ്കിലും പറഞ്ഞോ? രാജീവ് പി നായർ ഇതൊരു യാഥാർത്ഥ്യമാണ്. പൊതുവേദിയിലാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മള് കേരള സമൂഹത്തെ നറേറ്റീവ് കണ്ടാൽ അത് നറേറ്റീവ് ആണോ സൗഹൃദ സംഭാഷണമാണോ എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരല്ല നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് അജണ്ടയുണ്ട്. എന്താ അജണ്ട? ഇന്ന് കോൺഗ്രസിനകത്തും UDFനകത്തും എന്തോ വലിയ പ്രശ്നങ്ങളാണ് എന്ന് വരുത്തി തീർക്കേണ്ടതാണ് നിങ്ങളുടെ അജണ്ട. ഞങ്ങൾ പോലും കണ്ടിട്ടില്ലാത്ത മാധ്യമങ്ങളിൽ വരുന്ന സംസാരിക്കാൻ എല്ലാ പാർട്ടികളുടെയും നറേറ്റീവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണോ നിങ്ങളുടെ പാർട്ടിക്കായാലും മുന്നണിക്കകത്തായാലും കാര്യങ്ങൾ വരെ? അതൊന്നുമല്ല എന്റെ പോയിന്റ് വളരെ സോളിഡ് ആണ്. അത് അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആരോ ആവട്ടെ, അവരുടെ നേതൃശേഷിയാണല്ലോ പ്രധാനം. അല്ലാതെ നമ്മൾ കേരള സമൂഹത്തെ ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രതിനിധി അല്ലെങ്കിൽ ഒരു മതധാരി അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേരുള്ള ആൾ വന്ന ഉടനെ മറ്റു മതക്കാരല്ല അദ്ദേഹത്തിനെതിരെ തിരിയും എന്ന് അങ്ങനെയൊന്നും നമ്മൾ വോട്ടർമാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എന്റെ പോയിന്റ്. കുഞ്ഞാലിക്കുട്ടി ആവട്ടെ, VD സതീശൻ ആവട്ടെ, ആരെങ്കിലും അഭിലാഷ് ഈ ചർച്ച നടത്തുന്നത് 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDFന് ഭൂരിപക്ഷം കിട്ടിയതിനു ശേഷം അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനോ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനോ മന്ത്രിമാരുടെ എണ്ണത്തിന്റെ കാര്യത്തിലോ ഒരു തർക്കമുണ്ടാവുകയും പരസ്യമായിട്ട് ആ തർക്കത്തിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ അഭിലാഷ് നിങ്ങൾ വർഷത്തിന് ശേഷം നേതാക്കളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാണരുത്, അവരുടെ നേതൃശേഷിയുടെ അടിസ്ഥാനത്തിൽ കാണണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്റെ അക്കാര്യത്തിൽ. ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നറേറ്റീവാണ് രാഷ്ട്രീയത്തിനപ്പുറം മാനിപ്പുലേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയമാണ്. തിരുവനന്തപുരത്ത് PK കുഞ്ഞാലിയുമായിട്ട് അടുത്ത് ഇടപെട്ടിട്ടുള്ള 2 മാധ്യമപ്രവർത്തകർ, ഒന്ന് K കുഞ്ഞിക്കണ്ണൻ, ജന്മഭൂമിയുടെ തിരുവനന്തപുരത്തെ റെസിഡന്റ് എഡിറ്ററായിരുന്നു. അദ്ദേഹം ഇപ്പോഴും അവിടെയുണ്ട്, ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ. രണ്ടാമത്തത് ഞാൻ.
കേരള പത്രപ്രവർത്തക യൂണിയന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്കും PK കുഞ്ഞാലിക്കുട്ടി അങ്ങേയറ്റം സെക്യുലറായ കുഞ്ഞാലിക്കുട്ടി secular ആയ നേതാവാണ്, ഒരു സംശയവും അക്കാര്യത്തിൽ. യാതൊരു സംശയമില്ല. ശരി, ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ ഒരു അനാവശ്യമായ കൺസേൺസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചർച്ചയൊക്കെ നടക്കട്ടെ എന്ന് വളരെ ഓപ്പൺ ആയിട്ട് ഒരു ജനാധിപത്യമല്ലേ. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.